നിങ്ങൾക്ക് ഈ സെഷൻ കൊണ്ട് ബെനിഫിറ്റ് ആവും, നിങ്ങളുടെ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി. അതാണ് നമ്മുടെ പ്രശ്നം. മറ്റേ ഇപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ നമുക്കൊരു ഇഷ്യൂ ഇല്ല, 1 hour നമ്മൾ കുറേ കാര്യങ്ങൾ പറയുന്നു, നിങ്ങൾ മനസ്സിലായാലും നിങ്ങളുടെ നോളേജാണ് കൂട്ടുന്നത്. ഇവിടെ നിങ്ങളുടെ നോളേജ് ആക്ച്വലി സ്കിൽ ലെവലിൽ ബെനിഫിറ്റഡ് ആവണം, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ബെനിഫിറ്റ് ചെയ്യണം. ബിക്കോസ് ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് എ സർവീസ് ട്രെയിനിങ് റാദർ ദാൻ എൻ അക്കാഡമിക് ഡിസ്കഷൻ. പ്യൂർലി കുറേ തിയറി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, സ്ലൈഡ്സ് നാച്ചുറലി തിയറിയെ കാണത്തുള്ളൂ. സ്ലൈഡിൽ നമുക്ക് എല്ലാ പ്രാക്ടിക്കൽ ഇൻപുട്സ് എല്ലാം ഇടാൻ പറ്റുന്നത്. സോ ഇറ്റ് ഇസ് പ്യൂർലി എ തിയറിറ്റിക്കൽ കൺസ്ട്രെയിൻസ്. പക്ഷേ അതൊരു സ്ട്രക്ചറായിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ത്രൂ ദാറ്റ് വി വിൽ ഡിസ്കസ് ദി കൺസെപ്റ്റ്സ് ഓഫ് ജെനറ്റിക്സ് ആൻഡ് ഇൻ ബിറ്റ്വീൻ യു ക്യാൻ ഡിസ്കസ് ദാറ്റ് ഓൾസോ. സോ പോയിന്റ് നമ്പർ 1, ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഇത് ജനറൽ സ്ലൈഡാണ്. വൈ ദി knowledge of medical genetics is important for today's healthcare practitioner. ബിക്കോസ് വെസ്റ്റേൺ കൺട്രീസിൽ നമ്മളെല്ലാത്തിലും HCP എന്നാണ് പറയുന്നത്. ഇതിലേക്ക് എല്ലാവരും നഴ്സുമാരാണോ? നഴ്സ് DEICയിലുള്ള 10 ഡോക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ബാക്കിയുള്ളവർ നഴ്സുമാർ, കോർഡിനേറ്റേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ RBSK സ്ക്രീനിങ്, സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം എല്ലാം DEICയിൽ RBSK നഴ്സാണ്. ഓക്കെ, സോ ഓൾ ആർ ഹെൽത്ത് കെയർ പ്രാക്ടീഷണേഴ്സ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ ടെർമിനോളജി കൂടുതൽ ഉപയോഗിക്കുന്നത്, HCP. ബിക്കോസ് HCP is a health care practitioner. It can be a doctor, it can be a nurse, it can be a counseling person, it can be some laboratory person, anything. ഹെൽത്ത് കെയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവരും. വൈ ജെനറ്റിക്സ് ഈസ് ഇമ്പോർട്ടൻറ്റ്? ഇപ്പോൾ 10 years ബാക്ക് or 15 years ബാക്ക് ഞാൻ MBBS പഠിക്കുമ്പോൾ 84, 86 കാലഘട്ടത്തിലൊന്നും ജെനറ്റിക്സിന് ദിസ് മച്ച് ഇമ്പോർട്ടൻസ് ഈസ് നോട്ട് ദെയർ. ഇപ്പോൾ ജെനറ്റിക്സിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ്? മീൻസ് ഇറ്റ്സ് എ ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് ഡിസീസ് ബേർഡൻ. ബിക്കോസ് നമ്മളിപ്പോൾ ഇൻഫെക്ഷൻസും ബാക്കിയുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസസും ടു സർട്ടൺ എക്സ്റ്റെൻറ്റ് വി ഹാവ് കോൺകേർഡ് ത്രൂ ഔട്ട് ദി വേൾഡ്. അപ്പോൾ ന്യൂ ഡിസീസസ് വരും നാച്ചുറലി, ലൈക്ക് കോവിഡും പോലെയുള്ളത്. അർബനൈസേഷൻ്റെ ചില ഡിസീസസ് ആണ്. ഓൾ വൈറൽ ഡിസീസസ് ആർ അർബനൈസേഷൻസ്, ഓർ ഓൾ ബാക്ടീരിയൽ ഡിസീസസ് ആർ പൂർ മാൻസ് ഡിസീസ്. ഇപ്പോൾ കോളറ നമ്മൾ കൺട്രോൾ ചെയ്തു, ബിക്കോസ് പക്ഷേ കോവിഡ് പോലുള്ള അസുഖങ്ങൾ അർബനൈസേഷൻ്റെ ഡിസീസസ് ആണ്. സോ അതേപോലുള്ള വൈറസുകൾ വന്നുകൂടുന്നില്ല, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ആസ്പെക്ട്. പക്ഷേ ജനറലി നമ്മൾ ഈ മോർട്ടാലിറ്റിയും മോർബിഡിറ്റിയും എല്ലാം ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൊണ്ടുള്ള ഡിസീസസ് വി ഹാവ് കോൺകേർഡ് ഇൻ ജനറൽ ഇൻ ദി വേൾഡ്. ഇന്ത്യയെ നോക്കുകയാണെങ്കിലും ടു സർട്ടൺ എക്സ്റ്റെൻറ്റ് വി ഹാവ് അച്ചീവ്ഡ് ദാറ്റ്. കേരള എക്സലൻ്റ്ലി അച്ചീവ്ഡ് ബിക്കോസ് വി ആർ ആൾമോസ്റ്റ് ഇക്വലൻ ടു വെസ്റ്റേൺ കൺട്രീസ് ഓർ സ്കാൻഡിനേവിയൻ കൺട്രീസ്. ഇഫ് യു കം ടു ദി IMR ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ 6 എന്ന് പറയുന്നു, 5 എന്ന് പറയുന്നു, വാട്ട് എവർ ഇറ്റ് മേ ബി, ഇറ്റ് ഈസ് സിംഗിൾ ഡിജിറ്റ്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. സോ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ആൾമോസ്റ്റ് ഇക്വലൻ ടു ദി ഗുഡ് വെസ്റ്റേൺ കൺട്രി. അപ്പോൾ നമുക്ക് ഞാൻ ഒരു സ്ലൈഡ് വരുന്നുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് ആ പോപ്പുലേഷൻ, അതായത് മോർട്ടാലിറ്റിയുടെയും മോർബിഡിറ്റിയുടെയും പ്രപ്പോർഷൻ ഇൻഫെക്ഷൻ കൊണ്ടാണോ, കൺജനിറ്റൽ ഡിസോർഡേഴ്സ് കൊണ്ടാണോ, ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൊണ്ടാണോ എന്ന് പറയുമ്പോൾ നമുക്ക് ആ കൺജനിറ്റൽ അല്ലെങ്കിൽ ജെനറ്റിക് ഡിസോർഡേഴ്സിൻ്റെ ബേർഡൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇൻക്രീസ് പ്രപ്പോർഷനാണത്. പണ്ട് ഇതേ ഡിസീസ് ഇപ്പോൾ എത്ര ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ഉണ്ടോ അന്നും അത്ര ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ഉണ്ട്. ആക്ച്വലി ഇതിലും കൂടുതലും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആൻറ്റിനേറ്റലി ഡിറ്റക്ട് ചെയ്യുന്നു. ക്ലെഫ്റ്റ് ടിപ്പ്, ക്ലെഫ്റ്റ് പാലറ്റ്, കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് ഇതൊക്കെ അന്നും ഉണ്ട്. പക്ഷെ അന്ന് നമ്മളൊരു കൺജനിറ്റൽ ഹാർട്ട് ഡിസീസിനെ ഓപ്പറേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും, അല്ലെങ്കിൽ ക്ലെഫ്റ്റ് ലിപ്പിനെ ഓപ്പറേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും, അല്ലെങ്കിൽ ഒരു ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റിനെ ഓപ്പറേറ്റ് ചെയ്ത് അവനെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും റിസോഴ്സസ് വിൽ ബി ഗിവൺ ടു ദി ഇൻഫെക്ഷ്യസ് ഡിസീസസ്. ബിക്കോസ് ഒരു നോർമൽ കുട്ടി ഡയറിയയായും ന്യൂമോണിയയായും ഡെത്തായി പോകുന്നുണ്ട്. ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഇപ്പോൾ നമ്മൾ അതൊക്കെ 100% നമുക്ക് ഒരു ഡിസീസും കൺക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ടു എക്സ്റ്റെൻറ്റ് വി ഹാവ് റെഡ്യൂസ്ഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സമൂഹത്തിൽ ഇതേപോലുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് അവർ മുന്നോട്ട് വരുന്നു. ഇപ്പോൾ SMA ക്ലിനിക്ക് SMA ഇതായി, അടുത്ത് ന്യൂറോ മസ്കുലാറിൻ്റെ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. സോ ന്യൂ തിങ്സ് വിൽ കം. ഇങ്ങനെയുള്ള ആൾക്കാർ പറയും ന്യൂക്ലിയർ ഫാമിലി ആവുന്നു, അപ്പോൾ ഒരു ഡിസീസ് ആണെങ്കിൽ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. സോ അങ്ങനെ വരുമ്പോൾ ദിസ് ജെനറ്റിക് ഡിസോർഡേഴ്സ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ പോപ്പുലേഷൻ ബേർഡൻ ഓഫ് ജെനറ്റിക് ഡിസോർഡേഴ്സ് ഈസ് ഇൻക്രീസിങ്. അതാണ് ബേർഡൻ എന്ന് പറയുന്നത്. നമ്പർ മേ നോട്ട് ബി ഇൻക്രീസ്ഡ്, പക്ഷേ ആ ബേർഡൻ കൂടുതലാണ്, പ്രപ്പോർഷൻ ഓഫ് ബേർഡൻ. 2 ഡയഗ്നോസ്റ്റിക് മൊഡാലിറ്റീസ്. നമുക്ക് പണ്ട് കാലത്ത് ഇതൊന്നും ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. ഒരു ക്ലിനീഷ്യൻ പറയുന്ന ഡയഗ്നോസാണ്. ഇത് SMA എങ്കിൽ SMA, ഇത് DMD എന്ന് പറയുമെങ്കിൽ DMD, ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഡൗൺ സിൻഡ്രോം. ഇപ്പം ഞാൻ പഠിക്കുന്ന കാലത്ത് പോലെ 84, 86 കാലഘട്ടത്തിൽ ഒരു ജനറ്റിക് ടെസ്റ്റ് ലഭ്യമല്ല. ഇതെല്ലാം നമ്മൾ ക്ലിനിക്കൽ ഡയഗ്നോസേ ഉള്ളൂ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇതിനെല്ലാം നമുക്ക് ജനറ്റിക് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റും. എന്താണ് അസുഖമെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അതനുസരിച്ചിട്ടുള്ള ന്യൂ മോളിക്കുലാർ തെറാപ്പി, ഗർഭാവസ്ഥയിൽ കണ്ടുപിടിക്കുന്നത്, പ്രീനേറ്റൽ ഡയഗ്നോസിസ്, ഇതെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്രപ്പോർഷൻ കൂടുമ്പോൾ ന്യായമായിട്ട് എല്ലാവർക്കും ഇതിനെക്കുറിച്ചുള്ള അവബോധം വേണം. നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, SMA കുട്ടി, എനിക്ക് ആദ്യത്തെ കുട്ടിയുണ്ട്, അടുത്ത കുട്ടിക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ ഒരു 25 വർഷം മുമ്പ് ദാറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്.
ഒരു നഴ്സ് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ പീപ്പിൾ ഷുഡ് നോ, ആദ്യത്തെ കുട്ടിക്ക് SMA ഉണ്ടെങ്കിൽ അടുത്ത കുട്ടിക്ക് വരാനുള്ള സാധ്യത എന്താണ്, വരാതിരിക്കാൻ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ദീസ് തിങ്സ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എവറി ഹെൽത്ത് കെയർ പ്രാക്ടീഷണർ. ആൻഡ് this will helps in the better understanding of the disease process, helps in better management, prevention. So ഈ മൊത്തം ജനറ്റിക് ഡിസോർഡേഴ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഈ നോളേജ് ഓഫ് ജെനറ്റിക്സ് ഇൻ ത്രൂ ഔട്ട് ഹെൽത്ത് കെയർ പ്രാക്ടീഷണേഴ്സ് എല്ലാവരിലും അത് കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. സോ ശരിക്കും ഇതിൻ്റെ ബേർഡൻ എത്രയാണ്, എത്ര കുട്ടികളെ നമ്മൾ കാണാറുണ്ട്? ശരിക്കും നമുക്കൊരു 100 കുട്ടികൾ ജനിക്കുമ്പോൾ 2 തൊട്ട് 3% കുട്ടികളിൽ ന്യൂ ബോൺ ഹാവ് മാൽഫോർമേഷൻസ്. മാൽഫോർമേഷൻസ് ഉദ്ദേശിക്കുന്നത് സം ഡിഫക്ട്സ് വിച്ച് യു ക്യാൻ ഐഡൻറ്റിഫൈ എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് ക്ലെഫ്റ്റ് ലിപ്പ്, ക്ലെഫ്റ്റ് പാലറ്റ് ആകാം, ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ആകാം, CTEV ആകാം, കഞ്ചനിറ്റൽ ഹാർട്ട് ഡിസീസ് ആകാം, പോളിഡാക്ടലി ആകാം, വിരൽ കൂടാം, വിരൽ കുറയാം, പലതരത്തിലുള്ള അനോമലീസ്. എന്ത് അനോമലീസ്? റഫായിട്ടുള്ള എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 2 to 3% ആണ്. 100 പേര് ജനിക്കുമ്പോൾ അതിൽ 2 തൊട്ട് 3% ന്യൂ ബോൺസിന് മാൽഫോർമേഷൻസ് കാണും. അറൗണ്ട് 4000 മാൽഫോർമേഷൻ സിൻഡ്രോംസ് ഹാസ് ബീൻ ഡെലിനിയേറ്റഡ്. അതായത് ഒരു 4000 കണ്ടീഷൻസ്, ഒന്നും രണ്ടുമല്ല, ഒരു 4000 കണ്ടീഷൻസ് നമുക്ക് പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന കണ്ടീഷൻസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. 15% ഓഫ് ഓൾ ന്യൂ ബോൺസ് വിൽ ഹാവ് എ സിംഗിൾ മൈനർ അനോമലി ആൻഡ് 3% ഹാവ് അസോസിയേറ്റഡ് മേജർ അനോമലി. നമ്മൾ ഈ 2 to 3% എന്ന് പറയുന്നത് മേജർ ഡിഫക്ട്സ് ആണ്. മൈനർ ഡിഫക്ട്സ് എന്ന് പറയുന്നത് അതിലും കൂടുതലുള്ള ആൾക്കാർ കാണും, പലതും ഡിറ്റക്റ്റ് ചെയ്യപ്പെടത്തു പോലുമില്ല. ഈ 2 മൈനർ അനോമലീസ് ഉണ്ടെങ്കിൽ അവർക്ക് ഒരു 10% ഒരു ഇൻറ്റേർണൽ മേജർ അനോമലി കാണാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ RBS സ്കെയിൽ മൈനർ അനോമലിയും ഡിറ്റക്ട് ചെയ്യണമെന്ന് പറയില്ല. മൈനർ അനോമലി നമ്മൾ ട്രീറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷേ മൈനർ അനോമലീസ് ഉണ്ടെങ്കിൽ, മോർ ദാൻ 2 അനോമലീസ് ഉണ്ടെങ്കിൽ, 2 or more അനോമലീസ് ഉണ്ടെങ്കിൽ നമ്മൾ അവന് ഇൻറ്റേർണൽ അനോമലീസും മേജർ അനോമലീസ് ഉണ്ടോ എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം, ഇൻക്ലൂഡിങ് വിത്ത് എവാലുവേഷൻ. അതിൻ്റെ ഒരു ഡാറ്റയാണ് 0.8% വിൽ ഹാവ് 2 മൈനർ അനോമലീസ്, 11% ഹാവ് അസോസിയേറ്റഡ് മേജർ അനോമലി, 0.5% have 3 or major anomalies, അതിൽ 90% have an associated major anomaly. സോ മേജർ അനോമലീസും മൈനർ അനോമലീസും ഡിറ്റക്റ്റ് ചെയ്യപ്പെടേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് മേജർ, എന്താണ് മൈനർ, ഐ തിങ്ക് അടുത്ത സ്ലൈഡോ അതിൻ്റെ അടുത്ത സ്ലൈഡിലോ വരും. ആൻഡ് ഇഫ് യു സീ ദി കോസ് സ്പെസിഫിക് മോഡൽ, ഇത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ സ്ലൈഡ് തന്നെയാണ്, സ്ലൈഡിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആണ്. ഇഫ് യു സീ ദി വേരിയസ് റീജിയൻ, എല്ലാ റീജിയനും ഞാൻ എടുത്തിട്ടില്ല, ജസ്റ്റ് ടു കമ്പയർ ദി അമേരിക്ക ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നതാണ്, ആഫ്രിക്ക ഈസ് ദി ലോവസ്റ്റ് തിങ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ് നമ്മുടെ ഗ്രൂപ്പൊക്കെ വരുന്നത്. ആ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ജനറലി നോക്കുകയാണെങ്കിൽ കഞ്ചനറ്റൽ അനോമലീസ് വിൽ ബി ഓൺലി 5%. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് കഞ്ചനറ്റൽ അനോമലീസ് ആർ ലെസ്, ഇറ്റ് ഈസ് ദി കോസ് സ്പെസിഫിക് മോർട്ടാലിറ്റിയാണ്. മോർട്ടാലിറ്റിയുടെ കോസ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റിയുടെ കോസ് IMRൻ്റെ 5% സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ കഞ്ചനിറ്റൽ മാൽഫോർമേഷൻസ് കൊണ്ട് ഉണ്ടാവുന്നത്. വേറസ് in America's region, it is somewhere around 10% or 15%. So when a country will become developed, the contribution from congenital anomaly and prematurity, all those things will increase. ഞാൻ പറഞ്ഞതുപോലെ മറ്റേ ഇൻഫെക്ഷൻസും ഇഞ്ചുറിയും മെനിഞ്ചൈറ്റിസും ബർത്ത് അസ്ഫിക്സിയയും ഒക്കെ പെർസെൻറ്റേജ് കുറയും. ആൻഡ് മേജർ കോസ് ഓഫ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി വിൽ ബി കഞ്ചനിറ്റൽ അനോമലീസ് ആൻഡ് പ്രീമച്യൂരിറ്റി. പ്രീമച്യൂരിറ്റി അറിയാമല്ലോ, മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികൾ. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെയും സ്റ്റാറ്റസ് ഏകദേശം ഇതുപോലെയാണ്. നമ്മുടെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റിയുടെ പെർസെൻറ്റേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിലും കൂടുതൽ വരുന്നുണ്ട്. ദാറ്റ് ഇസ് പ്രോബ്ലി നമ്മളൊരു ലാർജ് ചങ്ക് കുറച്ചൊരു എസ്റ്റിമേറ്റ്സിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ കോൺട്രിബ്യൂഷൻ കാണുന്നതിലൊരു മിസ്റ്റേക്ക് ആയിരിക്കും. അത് ഞാൻ ഐ എം നോട്ട് ഗോയിങ് ടു ദ ഡീറ്റെയിൽ. ബട്ട് നമ്മുടെ പല ഡാറ്റയെ സൂചിപ്പിക്കുന്ന അറൗണ്ട് 15-16%, 15 to 20% ആർ ഡ്യൂ ടു കഞ്ചനിറ്റൽ അനോമലീസ് എന്നുള്ളതാണ് നമ്മുടെ ഡാറ്റ സൂചിപ്പിക്കുന്നത്. അത് കുറച്ചൊരു എക്സാജറേറ്റഡ് നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും കാരണങ്ങളുടെ അടുത്തായാലും ഒരു VSDയോ ഒരു ഹാർട്ട് ഡിസീസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹാർട്ട് ഡിസീസിന് പ്രാമുഖ്യം കൊടുക്കാനുള്ളൊരു ടെൻഡൻസി നമുക്കുണ്ട്. പക്ഷേ ശങ്കർ ടെസ്റ്റിൽ അങ്ങനെ പറ്റൂല. ഈച്ച് ആൻഡ് എവറി കേസ് വിൽ ബി ഡീറ്റെയിൽഡി അനലൈസ്, കോസ് ഓഫ് ഡെത്ത് എന്താണെന്ന് പ്രൂവ് ചെയ്തിട്ടേ ആ ഗ്രൂപ്പിൽ പെടുത്തുള്ളൂ. നമുക്ക് ആ ഒരു സിസ്റ്റം അത്രത്തോളം പെർഫെക്റ്റ് അല്ല. ദർ ആർ സം ലാക്കുണേഴ്സ് ആർ ദർ. അപ്പോൾ അത് കൂട്ടണ്ട, വാട്ട് എവർ ഇറ്റ് മേ ബി, നമുക്ക് എന്തായാലും 10% ഓർ മോർ ദാൻ ദാറ്റ് ആണ്. അപ്പോൾ നമുക്ക് കഞ്ചനിറ്റൽ അനോമലീസ് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഒരു UP ബീഹാറിനെക്കാട്ടിലും കൂടുതലാണ് കേരളത്തിൽ. ദാറ്റ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്. ഇതിപ്പോൾ നമ്മുടെ ഡാറ്റ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇത് എൻ്റെ തന്നെ ഒരു പബ്ലിഷ്ഡ് ഡാറ്റയാണ്. പക്ഷേ ഇത് അങ്ങനത്തെ അല്ല. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റൽ ബേസ്ഡ് ഡാറ്റയാണ്. ഇറ്റ്സ് നോട്ട് എ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡാറ്റ. ഇത് 2017 പബ്ലിഷ് ചെയ്തൊരു ഡാറ്റയാണ്. അതിന് മുമ്പത്തെ 3-4 വർഷത്തിൽ നമ്മൾ നോക്കിയപ്പോൾ
നമുക്ക് 28,032 കുട്ടികളിൽ 1,536 നമ്മുടെ ഡെത്ത്. 5.4% നമ്മുടെ മോർട്ടാലിറ്റി, ഇൻക്ലൂഡിങ് ടോട്ടൽ ന്യൂ ബോൺസിൻ്റെ മൊത്തത്തിലുള്ള മോർട്ടാലിറ്റിയാണ്, ലൈവ് ബർത്ത് ബാക്കി എല്ലാം കൂടെ ചേർത്തിട്ട്. ആ മോർട്ടാലിറ്റിയിൽ 882 പേര്, 1,536-ൽ 882 പേര് IUD, ദാറ്റ് ഈസ് ഇൻട്രാ യൂട്രൈൻ ഡെത്തും, 654 ജനിച്ച് കഴിഞ്ഞിട്ടുള്ള ഡെത്തും, നിയോനെറ്റൽ ഡെത്തും. ഇപ്പോൾ ഇത് നമ്മൾ സ്റ്റിൽ ബർത്തൊക്കെ ഇതിൽ കൂട്ടും എന്ന് പറയാം. നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ലൈഫ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ന്യൂ ബോൺ ആൾക്കാരാണ് മാനേജ് ചെയ്യുമ്പോൾ IUD ഒന്നും ദേ വിൽ നോട്ട് ടേക്ക് ഇൻട്രസ്റ്റ്. അവർക്ക് ജനിച്ച് കഴിഞ്ഞാലേ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ്, ഐ എം മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ ദി IUD ആൻഡ് സ്റ്റിൽ ബർത്ത് ആൾസോ. ബിക്കോസ് പല ജനിതക കോസുകൾ എന്ത് പറ്റും, IUD ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ നമ്പർ കൂടെ വേണം. അതുകൊണ്ടാണ് നമ്മുടെ ആംഗിൾ ഇങ്ങനെ പോകുന്നത്. ഇപ്പോൾ ഒരു നിയോനെറ്റോളജിസ്റ്റാണ് പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ IUD കണക്കൂട്ടത്തേ ഇല്ല. ബിക്കോസ് ഹീൽ സ്റ്റാർട്ട് ഫ്രം നിയോനെറ്റോളാണ്. ബിക്കോസ് ജനിച്ച കുട്ടി അവരുടെ കൊടുത്താലല്ലേ അവർക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനിതക കോസിൻ്റെ ഇമ്പോർട്ടൻസ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ സ്റ്റിൽ ബർത്ത്, IUD, ആൻറ്റിനേറ്റലി ഡിറ്റക്റ്റഡ് അനോമലീസ് എല്ലാം നമ്മൾ കണക്കൂട്ടണം, എന്നാലേ നമുക്ക് ആ ടോട്ടൽ ഫിഗർ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ IUDയിൽ നമുക്ക് അറൗണ്ട് 15.3% ഹാഡ് കൺജനിറ്റൽ അനോമലീസ് ആൻഡ് NNDയിൽ 22%. അതിലും ചെറിയൊരു ഫാൾസ് അല്ല, ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് IUD നമുക്ക് എവാലുവേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി നമുക്ക് അത്ര പോരാ, ഫ്രാങ്ക്ലി സ്പീക്കിംഗ്. ഒരു വെസ്റ്റേൺ കൺട്രീസിലുള്ളതുപോലെ എല്ലാ IUDസും ഓട്ടോപ്സി, ജെനറ്റിക്സ് എല്ലാ ടെസ്റ്റും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പല IUDs നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് തന്നെ പലപ്പോഴും നിങ്ങൾ ഇൻ്റർഫിയർ ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരും ഇതൊന്നും തരത്തില്ല. സം റിലീജിയസ് ഗ്രൂപ്പ്സ് അവർ ഒരു ഓട്ടോപ്സി ചെയ്യാനോ ഒരു ടെസ്റ്റ് ചെയ്യാനോ ഒന്നും കുട്ടി മരിച്ചു കഴിഞ്ഞാൽ തരത്തില്ല, ഇമ്മീഡിയറ്റ്ലി അവർ മറവ് ചെയ്യണമെന്ന് പറയും, ഒരു ടെസ്റ്റ് കാലോ ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ 15.3% മേ നോട്ട് ബി എ കറക്റ്റ് ഫിഗർ, ബിക്കോസ് എല്ലാവർക്കും നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റിയ കേസുകളിൽ 135 ഹാഡ് ബർത്ത് ഡിഫക്ട്സ് ഓർ ജെനറ്റിക് ഡിസോർഡർ, ദാറ്റ് ഈസ് 15%. NNDയിൽ അറൗണ്ട് 147 ഹാഡ് എ ബർത്ത് ഡിഫക്ട്, ദാറ്റ് 22%. സോ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന 5 കേസുകളിൽ ഒരു കേസിൽ, മരിച്ചു പോകുന്ന 5 കേസിൽ ഒരു കേസിൽ ഏതെങ്കിലും രീതിയിലുള്ള ബർത്ത് ഡിഫക്റ്റ് ഒരു മേജർ കോസാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് അറൗണ്ട് 20% വരുന്നുണ്ട്. പക്ഷേ 20% ലിറ്റിൽ ബിറ്റ് എക്സാജറേഷൻ, ബിക്കോസ് ഇറ്റ്സ് എ ഹോസ്പിറ്റൽ ബേസ്ഡ് സ്റ്റഡി. അതുകൊണ്ടാണ് ഇതിനകത്തൊരു 20% ഒക്കെ വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതും കൂടുതൽ ഹോസ്പിറ്റൽ ബേസ്ഡ് ആണ്. നമ്മൾ കമ്മ്യൂണിറ്റിയിൽ മൊത്തമായിട്ട് കണക്ട് ചെയ്ത സംവെയർ അറൗണ്ട് 12%, 10 to 12% വിൽ ബി ഡെഫിനറ്റ്ലി അനോമലി. അപ്പോൾ അനോമലീസിനെ കുറിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഞാൻ ആൾറെഡി പറഞ്ഞു. ഇന്ത്യ ഈസ് കറൻ്റ്ലി അണ്ടർഗോയിങ് ഇൻ എപ്പിഡമിയോളജിക്കൽ ട്രാൻസിഷൻ. Congenital malformations and genetic disorders are gradually replacing infectious causes as the major cause of perinatal and neonatal mortality. അപ്പോൾ നമ്മുടെ പെരിനേറ്റൽ മോർട്ടാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ആൻഡ് നീനറ്റൽ മോർട്ടാലിറ്റി ഇനിയും നമുക്ക് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരു മേജർ ത്രസ്റ്റ് ഏരിയ വി ഷുഡ് ഇൻ്റർവീൻ ഈസ് കൺജനിറ്റൽ അനോമലീസ്. കൺജനിറ്റൽ അനോമലീസിലെ ഇതേപോലെയാണ് മോർബിഡിറ്റിയും. ബിക്കോസ് ഈ എല്ലാ അനോമലീസും ഒരു ലാർജ് മോർബിഡിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഇൻ മെൻ്റൽ റിട്ടാർഡേഷൻ, ഡിസബിലിറ്റി ആൻഡ് അതർ തിങ്സ് ദാറ്റ് ആൾസോ വി ഹാവ് ടു ടാക്കിൾ. അതിനാണ് നമ്മൾ ഈ DEICയും സർജിക്കൽ ഇൻ്റർവെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഇതുവരെ പറഞ്ഞത് എന്തെന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് എ ബർത്ത് ഡിഫക്റ്റ്, വാട്ട് ആർ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി പ്രോബ്ലം ആൻഡ് വൈ ദിസ് നോളേജ് ഓഫ് ബർത്ത് ഡിഫക്ട്സ് ആൻഡ് ജെനറ്റിക് ഡിസോർഡേഴ്സ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യു. ഐ തിങ്ക് ഇതിൽ വലിയൊരു കൺഫ്യൂഷനോ കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾ പലയിടത്തും കേട്ട കാര്യങ്ങളായിരിക്കും. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സോ നൗ വി വിൽ കം ടു ദി ടോപ്പിക് ഇറ്റ് സെൽഫ്. വാട്ട് ഈസ് എ ബർത്ത് ഡിഫക്റ്റ്? Birth defect is something which you can identify externally or internally if there is some abnormal formation of the organ. Organ form ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഓർഗൻ്റെ സ്ട്രക്ചറിലോ എന്തെങ്കിലും വേരിയേഷൻ കാണുന്നതിനെയാണ് നമ്മൾ ബർത്ത് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. All birth defects or malformations are not genetic diseases. ശ്രദ്ധിക്കണം, കാരണം എനി ക്ലാസിക്കൽ കണ്ടീഷൻ യു നോ, ജനറ്റിക് അല്ലാത്തൊരു കോമൺ മാൽഫോർമേഷൻ്റെ കാരണം കൺജനിറ്റൽ ഇൻഫെക്ഷൻസ്. കൺജനിറ്റൽ റുബല്ല, അമ്മ ഗർഭിണിയായിരുന്നപ്പോൾ റുബല്ല വന്നു എന്ന് വയ്ക്കുക. കുട്ടിക്ക് എന്തൊക്കെ കാണും? കാട്രാക്റ്റ് കാണും, കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് കാണും, വെയിറ്റ് കുറവായിരിക്കും, ഹിയറിംഗ് ഡിഫക്റ്റ് കാണും, മൈക്രോസെഫാലി കാണും. ഓക്കെ, സോ ഓൾ ദീസ് തിങ്സ് ആർ മാൽഫോർമേഷൻ. കാട്രാക്റ്റ് എന്ന് പറയുന്നത് മാൽഫോർമേഷനാണ്, നമ്മൾ റെഡ് ഡേ ഒക്കെ നോക്കും. അപ്പോൾ അതൊരു ഡിഫക്റ്റാണ്, ബർത്ത് ഡിഫക്റ്റാണ്. PDA, സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസ്, ബർത്ത് ഡിഫക്റ്റ് ആണ്. മൈക്രോകെഫാലി, ബർത്ത് ഡിഫക്റ്റ് ആണ്. സോ ഇറ്റ് ഇസ് ഓൾ ബർത്ത് ഡിഫക്റ്റ് ആൻഡ് ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ബർത്ത് ഡിഫക്റ്റ്, ബട്ട് ഇറ്റ് ഇസ് നോട്ട് എ ജെനറ്റിക് ഡിസോർഡർ. All genetic disorders, all birth defects are not genetic disorders. But the birth defectsൻ്റെ ഒരു മേജർ കോൺട്രിബ്യൂഷൻ ജെനറ്റിക് ഡിസോർഡറാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ കഞ്ഞിൽ റുബല അല്ലാതെ സാർ ഒരു 10 എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ കുറവാണ്. പക്ഷേ പഠിപ്പിക്കാൻ എളുപ്പവും കാര്യങ്ങൾ കഞ്ഞിൽ റുബല ഉണ്ട്, അതേപോലെ കഞ്ഞിനറ്റിൽ വാരിസെല്ല ഉണ്ട്. അതുപോലെ ഡ്രഗ്സ് കഴിക്കുമ്പോൾ, തെറട്ടോജനിക് ഡ്രഗ്സ് കാരണം
you can have malformations. So there are humpty of causes which can cause birth defects without genetic disorders, but major contribution of genetic disorders are given by the genetic disorders. Similar reverse is also true. All genetic disorders will not cause birth defects. There are so many other genetic disorders. Adults ആകുമ്പോൾ വരുന്ന genetic disorder ഉണ്ട്, ന്യൂറോളജിക്കൽ ജെനറ്റിക് ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ജെനറ്റിക് ഡിസോർഡറും ബർത്ത് ഡിഫക്റ്റും ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ രണ്ടും വളരെ അസോസിയേറ്റഡ് ആണ്. അതായത് അറൗണ്ട് 90% ഓഫ് ബർത്ത് ഡിഫക്ട്സ് ഈസ് കോസ്ഡ് ബൈ ജെനറ്റിക് ഡിസോർഡേഴ്സ്. സിമിലർലി ജെനറ്റിക് ഡിസോർഡേഴ്സിൻ്റെ മൊത്തം ജെനറ്റിക് ഡിസോർഡേഴ്സ് എടുത്താൽ അതിലൊരു മേജർ കോൺട്രിബ്യൂഷൻ ബർത്ത് ഡിഫക്ട്സ് ആണ്. പക്ഷേ ബർത്ത് ഡിഫക്ട്സ് അല്ലാതെ ജെനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ട്, ഓർഗൻ സ്പെസിഫിക് ആയിട്ടുള്ള ജെനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ട്. അതൊന്നും നമുക്ക് ബർത്ത് ഡിഫക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് തന്നെ ക്ലാസ് ഉണ്ട് ഹീമോഫീലിയ, ഹീമോലിറ്റിക് അനീമിയ. ദീസ് ആർ ഓൾ നോട്ട് ബർത്ത് ഡിഫക്ട്സ്, ബട്ട് ദീസ് ആർ ഓൾ മേജർ ജെനറ്റിക് ഡിസോർഡേഴ്സ്. സോ ഇത് രണ്ട് ഇൻ്റർചേഞ്ചബിളി ആൾക്കാർ ഉപയോഗിക്കുമെങ്കിലും ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ഇൻ്റർചേഞ്ചബിൾ. ഓക്കെ, സോ ബർത്ത് ഡിഫക്ട്സ് വരുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ നിങ്ങൾ വിസിബിൾ ബർത്ത് ഡിഫക്ട്സിൻ്റെ എവാലുവേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തിങ് യു ഹാവ് ടു ലുക്ക് വെദർ ഇറ്റ് ഈസ് എ മേജർ ഡിഫക്റ്റ് ഓർ എ മൈനർ ഡിഫക്റ്റ്. സോ വാട്ട് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ എ മേജർ ഡിഫക്റ്റ് ആൻഡ് മൈനർ ഡിഫക്റ്റ്? മേജർ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ വെൻ ദ ഡിഫക്റ്റ് ഈസ് കോസിങ് എ മാൽ ഫങ്ഷൻ ഓഫ് ദാറ്റ് ഓർഗൻ, ഇറ്റ് ഇസ് എ മേജർ ഡിഫക്റ്റ്. അതായത് നമുക്ക് കാണുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ റൈറ്റിൽ കാണിച്ചിരിക്കുന്ന പടം നിങ്ങൾ എപ്പോഴും കണ്ടു കാണും, പോളിഡാക്റ്റിലി ഡിജിറ്റൈ മിനിമൈ. കൈയിൻ്റെ താഴെ ഇങ്ങനെ ചെറിയൊരു ഉണ്ട പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും, ഒരു എക്സ്ട്രാ ഡിജിറ്റ്. അത് അവൻ്റെ കൈയിൻ്റെ ഫങ്ഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ? ഇല്ല. സോ ദാറ്റ് പോളിഡാക്റ്റിലി ഈസ് എ മൈനർ ഡിഫക്റ്റ്. പക്ഷേ ഇഫ് യു കൺസിഡർ എ ഹാൻഡ് ഡിഫക്റ്റ് വിച്ച് ഈസ് എ ട്രൈഫലാൻജിയൽ തമ്പോ, അല്ലെന്നുണ്ടെങ്കിൽ തമ്പിൽ ഫിക്സ്ഡ് ആയിട്ട് തമ്പിൽ പോളിഡാക്റ്റിൽ വരുന്നു, മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. തമ്പ് മൂവ് ചെയ്തില്ലെങ്കിൽ ഫങ്ഷനിങ് ഓഫ് ദി ഹാൻഡ് വിൽ ബി ടോട്ടലി ഗോൺ. അല്ലേ? ഒപ്പോണൻസ് ആണ്. ഒപ്പോണൻസ്, ഈ മൂവ്മെൻറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എവറിഥിങ്. അപ്പോൾ അവിടെയും തമ്പിൽ വരുന്ന ഡിഫക്റ്റാണ്, പക്ഷെ അവൻ്റെ കൈ ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ദെൻ ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് എസ് എ മേജർ ഡിഫക്റ്റ്. ആൻഡ് മേജർ ഡിഫക്റ്റിലെ ക്ലഫ് ക്ലിപ്പ്, അതേപോലെ ഈ സിംഗിൾ മിഡ് ലൈൻ ക്ലഫ് ക്ലിപ്പ് എന്ന് പറയും. ചിലപ്പോൾ കുട്ടികളുടെ ഇങ്ങനെ മാത്രം ചെറിയൊരു ക്ലഫ് ക്ലിപ്പ് കാണും, കാര്യമായിട്ട് വടമൊന്നും കാണില്ല, ഒരു പ്രശ്നവും കാണില്ല. ദാറ്റ് ഇസ് എ മൈനർ ഡിഫക്റ്റ്, മിഡ് ലൈൻ ക്ലഫ് ക്ലിപ്പ്. വേറസ് നമ്മൾ സാധാരണ കാണുന്ന മേജർ ക്ലഫ് ക്ലിപ്പ്, ക്ലഫ് പാലറ്റ്, കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ്, ന്യൂറൽ ട്യൂബ്. അപ്പോൾ ഇതാണ് ആ ഫങ്ഷന് ഡിസബിലിറ്റി ഉണ്ടാക്കുന്നുണ്ടോ എങ്കിൽ ഇറ്റ് ഇസ് എ മേജർ ഡിഫക്റ്റ്. അതാണ് ഒരു 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 മേജർ ഡെഫിനിഷൻ. പക്ഷേ എനിക്കൊന്നും നിങ്ങളുടെ സിറ്റുവേഷനിൽ ആ കൺഫ്യൂഷൻ ഇല്ല, ബിക്കോസ് ആ ഡിഫക്ട്സ് ആർ ക്ലാസിഫൈഡ് ആസ് മേജർ ആൻഡ് മൈനർ ഡിഫക്റ്റ്. അപ്പോൾ അത് തന്നെ ആയിട്ട് പോകുന്നതാണ് നല്ലത് എപ്പോഴും. ബിക്കോസ് അല്ല ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. പക്ഷേ അതാണ് അതിൻ്റെ ഡിഫറൻസ്. ആൾമോസ്റ്റ് 99% ആ ക്ലാസിഫിക്കേഷൻ അതിനകത്ത് ഹോൾഡ് ചെയ്യും. 99% ക്ലാസിഫിക്കേഷൻ തെറ്റെന്നല്ല ഞാൻ പറയാം. ചില കേസുകളിൽ നമുക്ക് പക്ഷേ കൺഫ്യൂഷൻ വരും. ഇവരിപ്പുറത്തിട്ട് കാണും പക്ഷേ ഫങ്ഷൻ ഡിഫക്റ്റ് അല്ലേ. പക്ഷേ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട, ബിക്കോസ് അതൊരു ബ്രോഡർ ആയിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷൻ ഇട്ടിരിക്കുകയാണ്. അതാണ് മേജർ ഡിഫക്റ്റ് ആൻഡ് മൈനർ ഡിഫക്റ്റ്. Then you have to look for it's a single defect or a multiple defects. And another point, എപ്പോഴും ഡിഫക്റ്റ് വരുമ്പോൾ മേജർ ആണോ മൈനർ ആണോ? ഒരു ഡിഫക്റ്റേ ഉള്ളൂ, മൾട്ടിപ്പിൾ ഉണ്ടോ? ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ യു ഷുഡ് എക്സാമിൻ ദി അതർ പാർട്ട് ടു മേക്ക് ഷുവർ ദാറ്റ് അതർ ഡിഫക്ട്സ് ആർ നോട്ട് ദെയർ. അത് ആസ് എ ഒരു വിസിബിൾ ബർത്ത് ഡിഫക്റ്റിൻ്റെ ഭാഗമായിട്ട് എക്സ്റ്റേണലി നമുക്ക് പറ്റത്തുള്ളൂ. പക്ഷേ 2-3 മൈനർ ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ ഓൾവേസ് യു ഹാവ് ടു ലുക്ക് ഫോർ ഇൻറ്റേർണൽ ഡിഫക്ട്സ് ഓൾസോ. ലൈക്ക് കാർഡിയാക് എവാലുവേഷൻ വേണമെങ്കിൽ അത് ചെയ്യണം, ഒരു അൾട്രാസൗണ്ട് അബ്ഡോമൻ വേണമെങ്കിൽ അത് ചെയ്യണം. പിന്നെ മൈക്രോകെഫാലിയോ ഡെവലപ്മെൻ്റ് ഡിലേ ഒക്കെ ഉണ്ടെങ്കിൽ MRI അതുപോലുള്ള കാര്യങ്ങൾ. എല്ലാവർക്കും എല്ലാം ചെയ്യേണ്ട കാര്യമില്ല. അത് നമുക്ക് ഡോക്ടറിന് വിടാം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ ഡിസ്കസ് വിത്ത് എ പീഡിയാട്രീഷ്യൻ ഇൻ ദാറ്റ് ഏരിയ ആൻഡ് ഹി വിൽ ഡിസൈഡ് ഓൺ ഫർദറായിട്ട് വാട്ട് ഇൻവെസ്റ്റിഗേഷൻ. നിങ്ങൾ പിക്കപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിക്കപ്പ് ചെയ്താലല്ലേ അവർ നോക്കത്തുള്ളൂ. എല്ലാ പേഷ്യൻസിനും ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെന്നില്ലല്ലോ. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ദെൻ മൾട്ടിപ്പിൾ ഡിഫക്ട്സ് ആണെങ്കിൽ മൾട്ടിപ്പിൾ ഡിഫക്ട്സ് ക്യാൻ ബി അഗെയിൻ ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻ ടു syndrome, association, sequence and complex. ഈ ഡെഫിനേഷൻ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർ യു, ബട്ട് ഒരു ബേസിക് കൺസെപ്റ്റ് ആയതുകൊണ്ട് ഞാൻ അതുകൂടെ അതിനകത്ത് ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇറ്റ് ഈസ് പ്യുവർലി തിയററ്റിക്കൽ. മാൽഫോർമേഷൻ ഇസ് എ ഡിഫക്റ്റ് ഇൻ എംബ്രിയോജെനിസിസ്. എംബ്രിയോജെനിസിസ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. കുട്ടി ജനിക്കുന്ന സമയത്ത് ഓർഗൻസ് ഉണ്ടാവുന്നതിനാണ് നമ്മൾ എംബ്രിയോജെനിസിസ് എന്ന് പറയുന്നത്. അതായത് ഒരു സെല്ലിൽ നിന്ന് 2 സെല്ല്, 4 സെല്ല്, 8 സെല്ല്, മോറുല, ബ്ലാസ്റ്റുല, 16, 32, 64 ഇങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞൊരു 9 ആഴ്ചയാകുമ്പോൾ ചെറിയൊരു ഓർഗനുണ്ടാവുന്നു. പിന്നെ ഹാർട്ട് ട്യൂബ് ഉണ്ടാവുന്നു, ട്യൂബ് വളയുന്നു, 4 ചേമ്പർ ഉണ്ടാവുന്നു. ഇങ്ങനെ എംബ്രിയോളജി പ്രോബ്ലി പഠിക്കുന്ന കാലത്ത് എല്ലാ ഹെൽത്ത് കെയർ പ്രാക്ടീഷണേഴ്സും പഠിച്ചു കാണും. അപ്പോൾ ആ എംബ്രിയോജെനിസിസിൽ ഒരു ഡിഫക്റ്റ് വരുന്നതിനാണ് നമ്മൾ മാൽഫോർമേഷൻ എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് അവർ കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് ആർ മാൽഫോർമേഷൻസ്. ഓൾമോസ്റ്റ് ഓൾ അവർ ക്ലെഫ്റ്റ് ലിപ്പ്, ക്ലെഫ്റ്റ് പാലറ്റ് ഈസ് മാൽഫോർമേഷൻസ്. ഓക്കെ, ബട്ട് ഇഫ് കം ടു CTEV, മെജോറിറ്റി CTEV ഈസ് നോട്ട് മാൽഫോർമേഷൻ. CTEV അറിയാലോ, congenital thalamus equinovarus. Majority of CTEV is due to deformation.
എന്താണ് ഡിഫോർമേഷൻ എന്ന് പറയുന്നത്? സ്ഥലമില്ല, യൂട്രസിനകത്ത് സ്ഥലമില്ല. ഒരു ബ്രീച്ച് ഡെലിവറിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ യൂട്രസ് വേറെ ഏതെങ്കിലും രീതിയിലുള്ള യൂട്രസ് ആണെങ്കിൽ കാലെവിടെയെങ്കിലും പോയി ഒന്ന് സ്റ്റക്കായി എന്ന് വെക്കുക, കാലിന് ഫ്രീ മൂവ്മെൻറ്റ് കാണത്തില്ല. സോ കാല് ആ രീതിയിൽ അങ്ങ് വളഞ്ഞു പോകും. സോ ക്രൗഡിങ് വരുമ്പോൾ, ഒലിഗോഹൈഡ്രാമിനോസ് വരുമ്പോൾ, അകത്തുള്ള ഇൻട്രായൂട്രൈൻ സ്പേസ് ഇല്ലാത്തത് കൊണ്ടോ വേറെന്തെങ്കിലും കൺസ്ട്രൈൻസ് കൊണ്ടോ കുട്ടിക്കുണ്ടാകുന്ന അബ്നോർമൽ ഇതിനെയാണ് നമ്മൾ ഡീഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന നമ്മൾ കോമൺലി ഡിസ്കസ് ചെയ്യുന്ന ഇപ്പോൾ CTEVയിലും ക്ലെഫ്റ്റ് ലിപ്പിലും കഞ്ചനിറ്റൽ ഹാർട്ട് ഡിസീസിലും ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റിലും ഒന്നും ഡീഫോർമേഷൻ അത്ര കോമൺ ആയിട്ടില്ല. വളരെ റെയർ ഉണ്ട്, വളരെ റെയർ. പക്ഷേ അത് ആൾമോസ്റ്റ് ഓൾ ആർ മാൽഫോർമേഷൻ. വേറെ CTEV മെജോറിറ്റി ഈസ് ഡിഫോർമേഷൻ, ബട്ട് സംടൈം ഈസ് ഡ്യൂ ടു മാൽഫോർമേഷൻ ഓൾസോ. അത് CTEV ശബരിശ്രീയാണ് എടുക്കുന്നത് അല്ലേ ഇന്ന്. പക്ഷെ അത്ര ഡീറ്റെയിലായിട്ട് എടുക്കത്തില്ലായിരിക്കും. പക്ഷെ എന്നാലും അവർ എക്സ്റേ ഒക്കെ എടുക്കുമ്പോൾ അവർക്ക് ആ വ്യത്യാസം അറിയാൻ പറ്റും. അപ്പോൾ ഡിഫോർമേഷൻ കൊണ്ടും ബർത്ത് ഡിഫക്റ്റ് ഉണ്ടാകാം. മൂന്നാമത്തത് ഡിസ്റപ്ഷൻ. ഡിസ്റപ്ഷൻ മീൻസ് എംബ്രിയോജെനിസിസ് നോർമലായിരുന്നു, അകത്ത് സ്പേസും പ്രശ്നങ്ങളൊന്നുമില്ല, കുട്ടിയുടെ ഓർഗൻസ് ഒക്കെ ഉണ്ടാവുന്നു, കൈയും കാലും ഒക്കെ ഉണ്ടാവുന്നു. പക്ഷേ ആംനിയോട്ടിക് ബാൻഡ് എന്ന് പറയും. അതായത് ഇതിനകത്ത് ആംനിയോൺ കാണും, അതിനകത്ത് ആംനിയോട്ടിക് ഫ്ലൂയിഡ് കാണുമല്ലോ. ഇതിനകത്ത് ചിലപ്പോൾ ഈ രണ്ട് മെമ്പറൈൻസും തമ്മിലൊരു കണക്ഷൻ വന്നിട്ട് ഒരു ബാൻഡ് ഉണ്ടാവും. ദിസ് ബാൻഡ് വിൽ എൻസർക്കിൾ ദി സം ലിംബോ ഏതെങ്കിലും ഓർഗൻസോ ഒക്കെ കറക്കുമ്പോൾ അവിടെ വാസ്കുലർ സപ്ലൈ പോവുകയും അവിടെ ഡിസൊല്യൂഷൻ, അവിടെ ആ ലിംബിൻ്റെ എൻഡ് ഭാഗം നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ പലപ്പോഴും നമുക്ക് കാണാത്ത ഡിജിറ്റൽസ് ഇല്ലാത്തത്, കാലില്ലാത്തത് ഒക്കെ സംടൈംസ് ഇറ്റ് മേ ബി എ ഡിസ്റപ്ഷൻ. ഇത് ഓരോന്നിൻ്റെയും അടുത്ത കുട്ടിക്ക് വരാനുള്ള സാധ്യത കാരണം എല്ലാം വ്യത്യാസമാണ്. അതുകൊണ്ടാണ് ഈ കൺസെപ്റ്റ് പറഞ്ഞിരുന്നത്. ആൻഡ് ഡിസ്പ്ലേസിയ മീൻസ് ഇറ്റ്സ് അബ്നോർമൽ മെച്ചുറേഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് സെൽസ് ഓഫ് പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ടിഷ്യൂ ലൈക്ക് എക്ടോഡെർമൽ ഡിസ്പ്ലേസിയ. എക്ടോഡെർമൽ ഡിസ്പ്ലേസിയ എന്ന് പറഞ്ഞാൽ എക്ടോഡെർമിൽ നിന്നുണ്ടാകുന്ന എല്ലാ ഓർഗൻസും ഡിസ്പ്ലേസ്റ്റിക് ആയിരിക്കും. ഇപ്പോൾ എക്ടോഡെർമിൽ നിന്നുണ്ടാകുന്ന എന്തൊക്കെയാണ്? സ്കിന്നുണ്ടാകാം, നഖം ഉണ്ടാകാം, പല്ലുണ്ടാകാം, ഹെയർ ഉണ്ടാകാം. അപ്പോൾ എക്ടോഡെർമൽ ഡിസ്പ്ലേസിൽ സ്കിൻ അബ്നോർമാലിറ്റി കാണും, സ്വെറ്റ് ഉണ്ടാകുകയില്ല, മുടി കാണുകയില്ല, കുട്ടികൾക്കൊക്കെ മുടിയൊന്നും കാണത്തില്ല, പല്ലിൻ്റെ അബ്നോർമാലിറ്റി വരാം, നഖം അബ്നോർമാലിറ്റി വരാം. ഇതേപോലെ റീനൽ ഡിസ്പ്ലേസിയ, സ്കെൽറ്റൽ ഡിസ്പ്ലേസിയ എന്ന് പറഞ്ഞാൽ ഓൾ ബോൺസ് ആർ ഡിസ്പ്ലാസ്റ്റിക്. അപ്പോൾ ഒന്നുകിൽ ഒരു ഓർഗൻ്റെ ഡിസ്പ്ലേസിയ ആകാം, അല്ലെങ്കിൽ ഒരു ഡിഫോർമേഷൻ ആകാം, അല്ലെങ്കിൽ ഒരു ഡിസ്റപ്ഷൻ ആകാം, ഒരു മാൽഫോർമേഷൻ ആകാം. ഇതെല്ലാം കൊണ്ട് നമുക്ക് എന്തുണ്ടാകാം? ബർത്ത് ഡിഫക്റ്റ് ഉണ്ടാകാം. സോ ബർത്ത് ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ ജനറ്റിക് ആകാം, നോൺ ജനറ്റിക് ആകാം. നോൺ ജനറ്റിക് മേ ബി ഡ്യൂ ടു ടെറട്ടോജനിക്സിറ്റി, കൺജനിറ്റൽ ഇൻഫെക്ഷൻസ്, ഇതേപോലുള്ള കാര്യങ്ങൾ. ജനറ്റിക് ആണെന്നുണ്ടെങ്കിൽ അത് ഈ മാൽഫോർമേഷൻ കൊണ്ടുവരാം, ഡിഫോർമേഷൻ കൊണ്ടുവരാം, ഡിസ്റപ്ഷൻ കൊണ്ടുവരാം, ഡിസ്പ്ലേസിയ കൊണ്ടുവരാം. അപ്പോൾ ഇതിനകത്ത് ഈ പ്യുവർ ജനറ്റിക് എന്ന് പറയുന്നത് ഏതാണ്? ഈ മാൽഫോർമേഷനാണ്. പിന്നെ ഒരു പരിധി വരെ ഡിസ്പ്ലേസ് ചെയ്യും. വേറെ ഡിഫോർമേഷനും ഡിസ്റപ്ഷനും ജനിതകമായിട്ടൊരു പ്രോബ്ലം ഇല്ല. ഇറ്റ് ഈസ് മെയിൻലി എ മെക്കാനിക്കൽ ഫാക്ടേഴ്സ്. അപ്പോൾ ഈ മാൽഫോർമേഷനും ഡിസ്പ്ലേസിയയും എന്തുകൊണ്ടുണ്ടാകുന്നു? അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ജനറ്റിക് ആകാം, നോൺ ജനറ്റിക് ആകാം. ജനറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഈ മാൽഫോർമേഷനും ഡിസ്പ്ലേസിയയും മെയിനായിട്ട് ജനറ്റിക് ആണ്. വേറെ ഡിഫോർമേഷനും ഡിസ്റപ്ഷനും ഇറ്റ് ഈസ് ഡ്യൂ ടു മെക്കാനിക്കൽ ഫാക്ടേഴ്സ്. ഇറ്റ് ഈസ് നോട്ട് ടു ജീൻ ഡിഫക്റ്റ്. പക്ഷേ ഇപ്പോൾ മാൽഫോർമേഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ജനറ്റിക് ഡിസോർഡർ. അവിടെയാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ബർത്ത് ഡിഫക്ട്സ് മാത്രമേ ശരിക്കും ജനറ്റിക് ഡിസോർഡർ ആവുന്നുള്ളൂ. അപ്പോൾ നൗ യു ഷുഡ് നോ അബൌട്ട് സംതിങ് അബൌട്ട് ജനറ്റിക് ഡിസോർഡേഴ്സ്. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജനറ്റിക് ഡിസോർഡേഴ്സ്? ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീൻസിലുണ്ടാകുന്ന തകരാർ. നമുക്ക് എത്ര ജീൻസ് ഉണ്ട്? ഫസ്റ്റ് സ്ലൈഡിൽ ഞാൻ കാണിച്ചിരുന്നു, 35 അറൗണ്ട് 22,000-25,000 ജീൻസ് നമ്മുടെ ബോഡിയിലുണ്ട്. ഈ ജീൻസൊക്കെ എവിടെയായിരിക്കുന്നത്? കോശങ്ങൾക്കകത്ത് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൻ്റെ അകത്ത് 23 ജോഡി ക്രോമസോമുകളുണ്ട്. ആ ക്രോമസോമുകളിലകത്താണ് നമ്മൾ എൻറ്റയർ DNA ഇങ്ങനെ പാക്കറ്റായിട്ട് വെച്ചിരിക്കുന്നത്. നമ്മുടെ വീടുകളിൽ ഇപ്പോൾ ലൈബ്രറിയിൽ ഇഷ്ടംപോലെ പുസ്തകമുണ്ട്. എല്ലാം കൂടെ കൂട്ടിയിട്ടാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ വർക്ക് ചെയ്യുമോ? ഇല്ല. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഓരോ അലമാരയ്ക്കകത്ത് ഇത് അനാട്ടമി, ഇത് ഫിസിയോളജി, ഇത് ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞ് വെക്കുന്നത് പോലെ മൊത്തം 22,000-23,000 ജീനിനെ തന്നെ ഓരോ ഷെൽഫിലാക്കിയിട്ട് ക്രോമസോം നമ്പർ 1 ഒരു ഷെൽഫ്, അതിനകത്ത് 1000 ജീൻ. അടുത്ത ക്രോമസോം നമ്പർ 2 അതിനകത്ത് 1000 ജീൻ. ക്രോമസോം നമ്പർ 3 1000 ജീൻ. അപ്പോൾ അങ്ങനെ ഒരു ലൈബ്രറി പോലെ 23 ജോഡി അലമാരകളിലായി, ക്രോമസോമുകളിലായി ഈ മൊത്തം ജീനുകളെയും ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ എന്ത് പറ്റാം? ഇത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ എല്ലാ ജീനും വേണം നമുക്ക്, അല്ലേ? ഒരു ജീനിൻ്റെ കുറവോ, ഒരു ജീനിൻ്റെ കൂടുതലോ, ഒരു ജീനിൻ്റെ ഡിസ്ഫങ്ഷനോ ദർ ക്യാൻ ബി എ പ്രോബ്ലം. ഈ 22,000 ജീൻ എന്ന് പറയുന്നത് മൊത്തം ജീനോമിൻ്റെ 3% ആവുന്നുള്ളൂ. അതാണ് വേറൊരു ഇൻട്രസ്റ്റിംഗ് തിങ്. ഞാൻ ഈ പറഞ്ഞ 23,000 ജീൻ വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ നോർമൽ പ്രോട്ടീൻ ഫങ്ഷൻ
ഈസ് ഓൺലി കോൺട്രിബ്യൂട്ടിങ് 3% ഓഫ് ദി എൻറ്റയർ ജീനോം. ബാക്കി 97 ജീനോ എന്ന് പറയുന്നത് ഇൻ ഇൻവേർട്ടഡ് കൊമേഴ്സ് ജങ്കാണ്. ജങ്ക് എന്ന് പറഞ്ഞാൽ ചുമ്മാ കുറേ ജീൻ. ആ ജീനുകളാണ് നമ്മുടെ ഇൻഡിവിജ്വലൈസേഷനെ നിയന്ത്രിക്കുന്നത്. നിങ്ങൾ ഈ ഫോറൻസിക് ഇതിലൊക്കെ ആളിനെ ഐഡൻറ്റിഫൈ ചെയ്തു, മരണകാരണം ഫോറൻസിക് വഴി DNA വഴി ഐഡൻറ്റിഫൈ എന്ന് പറയുന്നത്. ഇപ്പോൾ ഹീമോഗ്ലോബിൻ ജീൻ, എന്നിലും നിങ്ങളിലും വേറൊരാളിലും ഒരു വ്യത്യാസവും പറ്റില്ല. ഇവിടുത്തുകാരനാണെങ്കിലും UK കാരനാണെങ്കിലും ബൈഡൻ ആണെങ്കിലും ആരാണെങ്കിലും അയാളുടെ എല്ലാ ഹീമോഗ്ലോബിൻ്റെ ജീൻ സെയിം ആയിരിക്കും. ഹോമോസാപ്പിയൻസ് ആണെങ്കിൽ അവിടെ എവിടെ മ്യൂട്ടേഷൻ വന്നാലും തലസീമിയ അസുഖം ഉണ്ടാകും. പറഞ്ഞു മനസ്സിലായോ? അവിടെ ഒരു വ്യത്യാസവും. പിന്നെ എന്താണ് ഇംഗ്ലീഷുകാരനാണോ ഇന്ത്യക്കാരനാണോ ദ്രാവിഡിയനാണോ ആര്യനാണോ ട്രൈബലാണോ ഇതൊക്കെ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും? റെസ്റ്റ് ഓഫ് ദി 97%. അതിന് പ്രോട്ടീൻ ഫങ്ഷൻ ഇല്ല. ദാറ്റ് ഇസ് ഓൾ റിപ്പീറ്റേറ്റീവ് സീക്വൻസസ്. ആ സീക്വൻസസിൽ ദർ ആർ സോ മെനി വേരിയേഷൻസ്. അതിനെ വെച്ചിട്ടാണ് ഈ പോപ്പുലേഷൻ ജെനറ്റിക്സും ഫോറൻസിക് ജെനറ്റിക്സ്, അവിടെ അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല. അപ്പോൾ ഈ 3% ജീനുകളാണ് നമുക്ക് ഇമ്പോർട്ടൻസ്. ഈ ഞാൻ പറഞ്ഞതുപോലെ ഈ 23 ഷെൽഫിലായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ആലോചിക്കുക, ആ ഷെൽഫുകൾക്ക് എന്നെ നഷ്ടപ്പെടുന്നു. ഒരു ഷെൽഫ് നഷ്ടപ്പെട്ടാൽ 1000 ജീൻ പോയി, അല്ലെങ്കിൽ ഒരു ഷെൽഫ് കൂടിയാൽ 1000 ജീൻ കൂടി. ദീസ് ആർ ഓൾ കോൾഡ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. അല്ലെങ്കിൽ ഒരു ഷെൽഫിൽ തന്നെയുള്ള ഒരു സെക്ഷൻ ബുക്കുകൾ മൊത്തമായിട്ട് പോകുന്നു, ഡിലീറ്റ് ആവുന്നു. ഇവരാണ് ക്രോമസോമൽ ഡിസോർഡർ. അതായത് ക്രോമസോമിൻ്റെ നമ്പറിലും സ്ട്രക്ചറിലും വരുന്ന അബ്നോർമാലിറ്റിയിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രോമസോമൽ ഡിസോർഡർ. മോസ്റ്റ് കോമണസ്റ്റ് ക്രോമസോമൽ ഡിസോർഡർ ഈസ് ഡൗൺ സിൻഡ്രോം, വേർ ദർ ഈസ് ട്രൈസോമി 21 ഈസ് ദർ, 21ാമത്തെ ക്രോമസോം. ഓർ ഇറ്റ് ക്യാൻ ബി ടേണർ സിൻഡ്രോം, വേർ ദർ ഈസ് വൺ ഓഫ് ദി സെക്സ് ക്രോമസോം ഈസ് ലോസ്റ്റ്. ഓർ എഡ്വേർഡ് സിൻഡ്രോം, 18ാമത്തെ ക്രോമസോം 3 ആയിരിക്കും. ഓർ പട്ടാവു സിൻഡ്രോം, വേർ 13ാമത്തെ ക്രോമസോം 3 ആയിരിക്കും. 4p ഡിലീഷൻ, 5p ഡിലീഷൻ, സോ മെനി സിൻഡ്രോംസ്. ഞാൻ 3 കോമൺ ആയിട്ടുള്ള 2-3 കണ്ടീഷൻ പറഞ്ഞതേ ഉള്ളൂ. ദീസ് ആർ ഓൾ ക്രോമസോമൽ ഡിസോർഡർ. ഇവിടെ മൾട്ടിപ്പിൾ ജീൻസിൻ്റെ ലോസും ഗെയിനും ഉള്ളതുകൊണ്ട് ഇവരുടെ സിംറ്റംസ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ്ലി ഹൈ ആയിരിക്കും. മെൻ്റൽ റിട്ടാർഡേഷൻ കാണും, ഹാർട്ട് ഡിസീസ് കാണല്ലേ. ഡൗൺ സിൻഡ്രോമിൽ പലതരത്തിലുള്ള സിൻഡ്രോമാണ്, പലതരത്തിലുള്ള ക്ലിനിക്കൽ ഫീച്ചേഴ്സാണ്. ഷോർട്ട് സ്റ്റേച്ചർ കാണും, ഹാർട്ട് ഡിസീസ് കാണും, തൈറോയിഡ് കാണും, ഡെവലപ്മെൻറ്റൽ ഡിലേ കാണും, കാറ്ററാക്ട് കാണാം, ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ അതാണ് ബിക്കോസ് പല ക്രോമസോമുകൾ നഷ്ടപ്പെടുകയാണ്. വേറെ നമ്മൾ അടുത്ത ഗ്രൂപ്പ് മോണോജനിക് ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഷെൽഫുകൾക്ക് ഒരു വ്യത്യാസവുമില്ല. ഷെൽഫുകളെല്ലാം അവിടെ ഉണ്ട്. നിങ്ങൾ കാരിയോടൈപ്പ് ചെയ്ത് ഷെൽഫുകളൊക്കെ ഉണ്ടോ നോക്കിയാൽ ഒരാൾ വന്ന് ഓടിച്ച് നോക്കി, ഷെൽഫൊക്കെ നോക്കി, ഷെൽഫെല്ലാം ഉണ്ട്, ഒന്നും കൂടുതലില്ല കുറവില്ല. പക്ഷെ അകത്ത് ബുക്ക് നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ബുക്കും നഷ്ടപ്പെട്ടിട്ടില്ല, ബുക്കിനകത്തുള്ള ചില പേജുകൾ നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ പേജ് നഷ്ടപ്പെട്ടിട്ടില്ല, അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു. ഇങ്ങനെയാണ് ജെനറ്റിക് ഡിസോർഡർ താഴോട്ട് പോകും. ചിലപ്പോൾ ഒരു ബുക്ക് പോകാം. ബുക്ക് എന്ന് പറയുമ്പോൾ ഒരു ലാർജ് കണ്ടിന്യൂവസ് ജീൻ, അവിടെ മൾട്ടിപ്പിൾ ജീൻസ്, മൾട്ടിപ്പിൾ ബുക്സ് പോകാം. ഒരു പേജ് മാത്രം പോകാം, ഒരു പേജും പോകില്ല, പക്ഷേ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാം. അല്ലെങ്കിൽ പേജുകൾ മാറ്റി ഒട്ടിക്കാം. ഈ പേജ് അപ്പുറത്ത് നിൽക്കാം, ആ പേജ് അപ്പുറത്ത്, അപ്പോഴും ആ ബുക്കിൻ്റെ യൂസ് ഇല്ലാതായി. അപ്പോൾ ഈ ഓരോന്നിലും ഈ പലതരത്തിലുള്ള ജനിതകം കൊണ്ട് പ്രശ്നം വരാം. ഇവരെല്ലാം നമ്മൾ പറയുന്നത് മോണോജനിക് ഡിസോർഡർ. പക്ഷെ അവിടെ എല്ലാം ജീനിലാണ് പ്രശ്നം വരുന്നത്. ക്രോമസോമിലൊരു പ്രശ്നമില്ല, പർട്ടിക്കുലർ ജീനിൽ പലതരത്തിലുള്ള മ്യൂട്ടേഷൻസ്. ഇറ്റ് ക്യാൻ ബി എ മിസ്സെൻസ് മ്യൂട്ടേഷൻ, ഇറ്റ് ക്യാൻ ബി ഡെലീഷൻ ഓഫ് എക്സോൺ, ഇറ്റ് ക്യാൻ ബി ഇൻവേർഷൻ, പലതരത്തിലുള്ള മ്യൂട്ടേഷൻസ് വരാം. അതിൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിൾസ് താലസീമിയ, വിച്ച് ഈസ് ഡ്യൂ ടു ബീറ്റാ ഗ്ലോബിൻ ജീൻ മ്യൂട്ടേഷൻ. ബീറ്റാ ഗ്ലോബിൻ ജീനാണ് നമ്മുടെ ബീറ്റാ ഗ്ലോബിൻ ഉണ്ടാക്കുന്നത്. ബീറ്റാ ഗ്ലോബിൻ ഉണ്ടായാലേ ഹീമോഗ്ലോബിൻ ഉണ്ടാവുള്ളൂ. ഹീമോഗ്ലോബിൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും? അനീമിയ ഉണ്ടാകും, ബ്ലഡ് റെഗുലറായിട്ട് അടയ്ക്കേണ്ടി വരും. ദാറ്റ് ഈസ് കോൾഡ് താലസീമിയ, വിച്ച് ഈസ് എൻ ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ. ഓർ ഡുഷീൻ മസ്കുലർ ഡിസ്ട്രോഫി ഓർ സ്പൈനൽ മസ്കുലർ അട്രോഫി, വിച്ച് ആർ ന്യൂറോളജിക്കൽ കണ്ടീഷൻ അല്ലേ. ഒന്ന് മസിലിന് ഇൻവോൾവ് ചെയ്യുന്നത്, മറ്റൊന്ന് ആൻറ്റീരിയർ ഹോൺസലിന് ഇൻവോൾവ് ചെയ്യുന്നത്. ഇത് രണ്ടും ന്യൂറോളജിക്കൽ ഡിസോർഡറാണ്, വിച്ച് ഈസ് ആൾസോ എ ജെനറ്റിക് ഡിസോർഡർ ഡ്യൂ ടു one is due to SMN ജീൻ മ്യൂട്ടേഷൻ, അനദർ ഈസ് ഡ്യൂ ടു DMD ജീൻ മ്യൂട്ടേഷൻ. അക്കോൺഡ്രോപ്ലേസിയ എന്ന് പറയുന്നത് സ്കെൽറ്റൽ ഡിസ്പ്ലേസിയാണ്. നമ്മൾ സർക്കസിലൊക്കെ കാണുന്ന സർക്കസ് ബഫൂൺ ഷോർട്ട് സ്റ്റാച്ചു, ഒരു 400-500 സ്കെൽറ്റൽ ഡിസ്പ്ലേസിയ ഉണ്ട്. പക്ഷേ കോമൺ സ്കെൽറ്റൽ ഡിസ്പ്ലേസിയ ഈസ് അക്കോൺഡ്രോപ്ലേസിയ, വിച്ച് ഈസ് ഡ്യൂ ടു FGFR3 മ്യൂട്ടേഷൻ. FGFR3 എന്ന് പറയുന്ന ജീനിൽ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ വരുന്നത് കൊണ്ട് കുട്ടിയുടെ ഗ്രോത്തിനെ, സ്കെൽറ്റൽ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്നതിനെയാണ് അക്കോൺഡ്രോപ്ലേസിയ എന്ന് പറയുന്നത്. ഷോർട്ട് സ്റ്റാച്ചർ ആയിരിക്കും, ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിരിക്കും. സോ ദീസ് ആർ ഓൾ കോൾഡ് മോണോജനിക് ഡിസോർഡർ. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ ക്രോമസോമൽ, രണ്ടാമത്തത് മോണോജനിക്. മൂന്നാമത്തെ എന്ന് പറയുന്നതാണ് നമ്മുടെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻറ്റ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം തന്നെ കാർട്ടൂണായിട്ട് കാണിച്ചിരിക്കുന്നേ ഉള്ളൂ. സെല്ലിനകത്ത് ക്രോമസോം, ക്രോമസോമിനകത്ത് വലിഞ്ഞ് DNA. സോ ഇറ്റ് ക്യാൻ ബി എ ഡിഫക്റ്റ് ഇൻ ദി ക്രോമസോം ഓർ ഡിഫക്റ്റ് ഇൻ ദി DNA. ദെൻ മൾട്ടിഫാക്ടോറിയൽ ഡിസോർഡേഴ്സ്. മൾട്ടിഫാക്ടോറിയൽ ഡിസോർഡേഴ്സ് പറഞ്ഞാൽ അവിടെ ഒരു ക്രോമസോമിൻ്റെ ഡിഫക്റ്റോ ഒരു ജീനിൻ്റെ ഡിഫക്റ്റോ അല്ല,
അതിന് പകരം ക്രോമസോമിൻ്റെ ഡിഫക്റ്റ് ജീനിൻ്റെ ഡിഫക്റ്റ് ചിലപ്പോൾ കണ്ടേക്കാം, പക്ഷേ അത് മാത്രം പോരാ അസുഖം ഉണ്ടാവാൻ. ഇനി കോമൺ ഡിസീസസ് ഡയബറ്റീസ്. നമ്മളെല്ലാവരോടും ചോദിക്കും, ആദ്യം ഡയബറ്റീസ് വരുമ്പോഴത്തേന് അച്ഛനുണ്ടായിരുന്നോ അമ്മയ്ക്കുണ്ടായിരുന്നോ ചോദിക്കുമില്ലേ? അപ്പോൾ നമുക്കറിയാം അച്ഛന് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ കുട്ടിക്ക് വരാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ അച്ഛന്മാർ ഡയബറ്റിക്കായ എല്ലാ കുട്ടികൾക്കും ഡയബറ്റീസ് ഉണ്ടാവും. അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഡയബറ്റീസേ ഇല്ലാത്ത കുട്ടികൾക്കും ചിലപ്പോൾ 35 വയസ്സിൽ ഡയബറ്റീസ് വരാം. സോ അവിടെ ഞാൻ മറ്റേ പറഞ്ഞ അക്കോൺഡ്രോപ്ലേസിയയും താലസീമിയ ഒന്നും അങ്ങനെ ആയിരിക്കണമെന്നില്ല. പക്ഷേ ന്യൂ മ്യൂട്ടേഷൻസ് അവിടെ ഉണ്ട്. പക്ഷേ അവിടെ ഒന്ന് ഷുവറാണ്, മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ അസുഖമുണ്ട്. ആ മ്യൂട്ടേഷൻ വരാതിരിക്കാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ മ്യൂട്ടേഷൻ ഉണ്ടോ അസുഖമുണ്ട്. പക്ഷേ ഇവിടെ മ്യൂട്ടേഷൻ ഉണ്ടെങ്കിലും അസുഖം വരണമെന്നില്ല. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ജീൻ ചേഞ്ച് ഉണ്ടെങ്കിൽ അസുഖം വരണമെന്നില്ല. ദാറ്റ് ഈസ് കോൾഡ് സസെപ്റ്റബിലിറ്റി ജീൻ. സസെപ്റ്റബിലിറ്റി ജീൻ. നിങ്ങൾക്ക് അച്ഛനോ അമ്മയ്ക്കോ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊറോണറി ആർട്ടറി ഡിസീസ്, ഷൈസോഫറനിയ, ബ്രോങ്കിയൽ ആസ്മ, ഇതേപോലുള്ള അസുഖങ്ങളെല്ലാം ഫാമിലിയിലുണ്ടെങ്കിൽ ദി ഓഫ് സ്പ്രിങ് കുട്ടികൾക്ക് ആ ജീൻ ഇൻഹെറിറ്റഡ് ആവും. അപ്പോൾ അവർക്ക് ആ അസുഖം വരാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാട്ടിലും കൂടുതലുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ ലൈഫ് സ്റ്റൈൽ കൂടെ ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് ഡിസീസ് ഉണ്ടാകുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു മൾട്ടിപ്പിൾ ഫാക്ടേഴ്സാണ്. ഇപ്പോൾ ജെനറ്റിക്സ് അബ്സല്യൂട്ട്ലി നോർമൽ. അച്ഛനും അമ്മയും 95 വയസ്സ് വരെ ഉണ്ടായിരുന്നു, രണ്ടുപേർക്കും ഹാർട്ടിന് ഒരു പ്രശ്നമില്ല, ഡയബറ്റീസ് ഇല്ല, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവൻ 25 വയസ്സ് തൊട്ടേ ലൈഫ് സ്റ്റൈൽ വളരെ മോശമാണെങ്കിൽ 35 വയസ്സിൽ ഡയബറ്റീസ് വരാം. അവന് ഒരു ജീൻ സസെപ്റ്റബിലിറ്റിയും ഇല്ല, പക്ഷേ ഹി ക്യാൻ ഡെവലപ്പ് ഡയബറ്റീസ്. നേരെ തിരിച്ച് അച്ഛനും അമ്മയ്ക്കും 35-40 വയസ്സ് തൊട്ട് ഡയബറ്റീസ് ഉണ്ട്. അതറിയാവുന്നതുകൊണ്ട് കുട്ടി 20 വയസ്സ് തൊട്ട് തന്നെ ലൈഫ് സ്റ്റൈൽ വളരെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്തു. കൊളസ്ട്രോൾ കൂടുന്നില്ല, എക്സസൈസ്, ഡയറ്റ് കൺട്രോൾ, ചിലപ്പോൾ ഡയബറ്റീസ് വരത്തില്ല, അല്ലെങ്കിൽ വരാൻ 45 വയസ്സെടുക്കും, 50 വയസ്സെടുക്കും. These type of disorders are called polygenic disorder, or another thing is malformations, like നമ്മുടെ ഐസൊലേറ്റഡ്. നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോൾ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു. ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് എപ്പോഴും ഈ ജീൻ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടണമെന്നില്ല. ഇറ്റ് മേ ബി ഡ്യൂ ടു ദീസ് മൾട്ടിഫാക്ടോറിയൽ കോസസ് ഓൾസോ. സോ ഐസൊലേറ്റഡ് സിംഗിൾ മാൽഫോർമേഷൻസും മൾട്ടിഫാക്ടോറിയൽ ഗ്രൂപ്പിൽ വരും, പോളിജനിക് ഡിസോർഡറും മൾട്ടിഫാക്ടോറിയൽ ഗ്രൂപ്പിൽ വരും. ഇതിൻ്റെ രണ്ടിൻ്റെയും ജെനറ്റിക്സ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്, ഒരു കണ്ടിന്യൂസ്. മറ്റേന്ന് പറയുന്നത് ആളോർണ്ണാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒന്നെങ്കിൽ ഇപ്പുറത്ത് അല്ലെങ്കിൽ അപ്പുറത്ത്. മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ അസുഖമുണ്ട്, മ്യൂട്ടേഷൻ ഇല്ലെങ്കിൽ അസുഖമില്ല. പക്ഷേ ഈ പോളിജനിക് ഡിസോർഡർ, മൾട്ടിഫാക്ടോറിയൽ ഡിസോർഡറിൽ ഒരു പാരബോളിക് കർവാണ്. നമ്മുടെ ഇപ്പോൾ ഹൈറ്റും വെയിറ്റ് ഒക്കെ പോലെ. നമ്മുടെ ഹൈറ്റും വെയിറ്റും അങ്ങനെയാണോ? ഒന്നുകിൽ എല്ലാവരും ഷോർട്ട് അല്ലെങ്കിൽ എല്ലാവരും ഹൈറ്റ് ഉള്ളവർ, അങ്ങനെയാണോ? അങ്ങനെയല്ല. ദീസ് ആർ ആൾ കോൾഡ് കണ്ടിന്യൂവസ് ട്രൈറ്റ്സ്. പണ്ട് പഠിച്ചിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. കണ്ടിന്യൂവസ് ട്രൈറ്റ്സ് എന്ന് പറയും. ഇത് കണ്ടിന്യൂസ് ആണ്, ഇത് കണ്ടിന്യൂസ് ആണ്. ഇതിനെല്ലാം മറ്റേതിനെല്ലാം നമുക്ക് ചെയ്തത് പണ്ട് പഠിച്ചതാണ്. നിങ്ങൾ മെൻ്റലാണ് ആ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്ത്. സിംഗിൾ ജീൻ്റെ എക്സ്പെരിമെൻ്റ് എല്ലാം മെൻ്റലിനായിരുന്നു. അതിൽ വിട്ട് മെൻ്റൽ പറഞ്ഞു ടോള് ഷോർട്ട്, ഇതിൽ രണ്ടിനെയും ക്രോസ് ചെയ്യുന്നു, ഒന്നെങ്കിൽ ടോൾ ഉണ്ടാവും അല്ലെങ്കിൽ ഷോർട്ട് ഉണ്ടാവും. പക്ഷേ മെൻ്റലിൻ്റെ ഒരു അളിയൻ ഉണ്ടായിരുന്നു, ഹിസ് നെയിം ഈസ് ഡാൾട്ടൺ. ഡാൾട്ടൺ പറഞ്ഞു ഒരു ട്രൈറ്റും അങ്ങനെയല്ല, ട്രൈറ്റ്സ് ആർ ആൾ കണ്ടിന്യൂസ്. പക്ഷെ അന്ന് ഇതൊന്നും പ്രൂവ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവർ രണ്ടൊരു അടികൂടുമായിരുന്നു. ഹി വിൽ ടെൽ ദാറ്റ് ഇറ്റ് ഇസ് എ സിംഗിൾ ട്രൈറ്റ്, ഹി വിൽ ടെൽ ദാറ്റ് ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് ട്രൈറ്റ്. പക്ഷേ ഇപ്പം നമുക്കറിയാം സം ആർ സിംഗിൾ ട്രൈറ്റ്, സം ആർ കണ്ടിന്യൂസ് ട്രൈറ്റ്. ദാറ്റ് ഇസ് ഡിഫറെൻറ്റ് ഇഷ്യൂ. ഇപ്പോഴാണ് നമ്മൾ 200 വർഷം മുമ്പുള്ള കാര്യങ്ങളാണ് പറയുന്നത്, അല്ലെങ്കിൽ 150 വർഷം മുമ്പുള്ള കാര്യമാണ്. അന്ന് നോബഡി നോസ് ദീസ് തിങ്സ്. ആ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ സം ഓഫ് ദി തിങ്സ് ആർ കണ്ടിന്യൂസ് ട്രൈറ്റ്. കണ്ടിന്യൂസ് ട്രൈറ്റ് പറയുമ്പോൾ നമ്മൾ പണ്ട് SPM-ൽ പറയുന്ന ആ ബെൽ ഷേപ്ഡ് കർവാണ്. അതിൽ നടുവിൽ ഏറ്റവും ഹൈറ്റ് ഉള്ളവർ കാണും, ഹൈറ്റ് കൂടുന്നവർ കാണും, ഹൈറ്റ് കുറഞ്ഞവർ കാണും. രണ്ട് എക്സ്ട്രീമിൻ്റെ വളരെ ഷോർട്ട് ആൾക്കാരും കാണും, വളരെ ലോങ് ആൾക്കാരും കാണും. അപ്പോൾ ഈ കണ്ടിന്യൂസ് ട്രൈറ്റ് ഉള്ളപ്പോൾ നമ്മൾ എവിടെ കിടക്കുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നമ്മളിങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ റിസ്ക് കൂടിക്കൊണ്ടേയിരിക്കും, ചിലപ്പോൾ റിസ്ക് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ദീസ് ആർ ആൾ കോൾഡ് മൾട്ടിഫാക്ടോറിയൽ ഡിസോർഡേഴ്സ്. ബട്ട് അവിടെയും ഒരു ജെനറ്റിക് സസെപ്റ്റബിലിറ്റി ഉണ്ട്. ഇതിനെയാണ് ഇപ്പോൾ എൻകാഷ് ചെയ്തിട്ട് നിങ്ങളെല്ലാവരും പോയി DDRCയിൽ പോയി ക്യൂ നിന്ന് ക്യാൻസർ പ്രോൺ ഡിസീസിൻ്റെ ട്യൂമർ മാർക്കർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് FM-ലൊക്കെ അഡ്വർടൈസ് ചെയ്യുന്നത്. അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ബേസിക്കലി ചെയ്തു കൂടെയെന്ന് വെച്ചാൽ ചെയ്യാം, പക്ഷേ ഇറ്റ്സ് ഓൺലി എ സസെപ്റ്റബിലിറ്റി. വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ മ്യൂട്ടേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നാളെ തന്നെ ക്യാൻസർ വരുമെന്ന് ഒരർത്ഥവുമില്ല. പക്ഷേ അങ്ങനെ മ്യൂട്ടേഷൻ ഉള്ളവർക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ യു ഷുഡ് ടേക്ക് ആമ്പിൾ പ്രിക്കോഷൻസ്. അത്രയേ ഉള്ളൂ. ചെയ്തു കൂടുന്നൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സിംഗിൾ ടൺ ടെസ്റ്റ് അല്ല. അസുഖം ഉണ്ടെന്നും ഇല്ലെന്നും പറയാനുള്ള ടെസ്റ്റല്ല, പക്ഷെ അസുഖം വരാനുള്ള സാഹചര്യം പറയുന്ന ടെസ്റ്റാണ്. പിന്നെ മൈറ്റോകോൺട്രിയൽ ഡിസോർഡേഴ്സ് ഉണ്ട്, സൊമാറ്റിക് സെൽ ജെനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ട്. മൈറ്റോകോൺട്രിയൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ ഡിഫറൻറ്റ് ഗ്രൂപ്പാണ്. ബിക്കോസ് നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ പാക്കറ്റൊക്കെ കിട്ടുന്നൊക്കെ ഞാൻ പറഞ്ഞല്ല, 23 ജോഡി ക്രോമസോം ന്യൂക്ലിയസിൻ്റെ അകത്താണ്. പക്ഷേ മൈറ്റോകോൺട്രിയ കണ്ടെയ്ൻ ഇറ്റ്സ് ഓൺ ന്യൂക്ലിയസ്. അതുകൊണ്ടാണ് നമ്മൾ പണ്ടേ പറയുന്നത് മൈറ്റോകോൺട്രിയ ഈസ് സെമി ആട്ടോണോമസ്. സ്വന്തമായിട്ടും ജോലി ചെയ്യാം, പക്ഷെ അവനെ കൺട്രോൾ ചെയ്യുന്ന ന്യൂക്ലിയസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആ ജീനിൽ ഡിഫക്റ്റ് വരുമ്പോൾ അതിൻ്റെ
പാറ്റേൺ കാര്യങ്ങളെല്ലാം മാറും. ഐ എം നോട്ട് ഗോയിങ് ടു ദാറ്റ്. ദാറ്റ് ഈസ് കോൾഡ് മൈറ്റോകോൺട്രിയൽ ഡിസോർഡേഴ്സ്. സൊമാറ്റിക് സെൽ ജെനറ്റിക് ഡിസോർഡേഴ്സ് ആർ ക്യാൻസേഴ്സ്. അതായത് ക്യാൻസർ ഒരു സെല്ലിൽ ഒരു മ്യൂട്ടേഷൻ വരുമ്പോൾ ആ സെല്ലിൻ്റെ ഫങ്ഷൻ, സെല്ലിൻ്റെ ചെയ്യണം, ഓരോ സെല്ലിനും ഓരോ ഫംഗ്ഷനാണ്. നമുക്ക് ഹീമോഗ്ലോബിൻ ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ പറയുന്നു. പക്ഷേ എല്ലാ സെല്ലിനും ഒരു ഫംഗ്ഷനുണ്ട്. എന്താണ്? അവൻ വളർന്ന് ഒരു വയസ്സാകുമ്പോൾ അവനെന്ത് മരിക്കണം. ദാറ്റ് ഈസ് കോൾഡ് അപ്പോപ്റ്റോസിസ്. സെല്ല് വളരുകയും വേണം, സെല്ല് ഡിവൈഡ് ചെയ്യണം, ഫൈനലി സെല്ലിന് മരിക്കണം. ഇതെല്ലാം ഒരു ജനറ്റിക് കൺട്രോളാണ്. ആ ജനറ്റിക് മെക്കാനിസത്തിൽ എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോഴാണ് അബ്നോർമൽ സെൽസിൻ്റെ പ്രോളിഫറേഷൻ കൂടുകയും ക്യാൻസർ ഉണ്ടാവുകയും ചെയ്യുന്നത്. സോ ബേസിക്കലി ക്യാൻസർ ഇസ് എ ജനറ്റിക് ഡിസോർഡേഴ്സ്. പക്ഷേ നമ്മൾ ഈ പറയുന്ന ഹെറിഡിറ്ററിയുമായിട്ട് അതിന് വലിയ ബന്ധമില്ല. വളരെ 5% മാത്രമേ ഫെമിലിയലുള്ളൂ, അടുത്ത ജനറേഷന് വരുന്നുള്ളൂ. ഇത് ഓൾറെഡി വി ഹാവ് ടോൾഡ്. കുറച്ച് സ്പീഡായിട്ട് പോകാം. ഇനി കുറച്ച് സ്ലൈഡ്സ്. കഞ്ചനിറ്റൽ മാൽഫോർമേഷൻസ് നമുക്ക് 1/50. ഇറ്റ് ഇസ് വൺ ഓഫ് ദി കോമണസ്റ്റ് വി ക്യാൻ സേ ജനറ്റിക് ഡിസീസസ് അറ്റ് ദി ബർത്ത്. ക്രേനിയോഫേഷ്യൽ അനോമലീസ്, ഡൗൺ സിൻഡ്രോം, ബീറ്റാ താലസീമിയ, സിക്കിൾ സെൽ ഡിസീസ്, മെറ്റബോളിക് ഡിസോർഡർ. ഇതെല്ലാം ഞാൻ ഇപ്പോഴും ഓൾറെഡി പേരുകളൊക്കെ പറഞ്ഞു, നിങ്ങൾ കേട്ട് കാണും. മെറ്റബോളിക് ഡിസോർഡർ എന്ന് പറയുന്നത് മെറ്റബോളിസത്തിനെ അഫക്റ്റ് ചെയ്യുന്ന മൊത്തത്തിൽ അസുഖത്തിന് ഒരുമിച്ചിട്ടാണ് നമ്മൾ മെറ്റബോളിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഗോഷ ഡിസീസോ അല്ലെങ്കിൽ നീമാൻപിക് ഡിസീസ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റോറേജ് ഡിസോർഡറൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ എന്തിനാണ് നമ്മുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് അറിയാം, VBD രജിസ്ട്രേഷൻ, ഫെസിലിറ്റി ബേസ്ഡ് വിസിബിൾ ബർത്ത് ഡിഫക്ട്സ്. നമ്മൾ അതിന് ബർത്ത് ഡിഫക്ട്സ് മാനുവൽസ് ഉണ്ട്. അത് വെച്ചിട്ട് അറ്റ് ബർത്ത് തന്നെ യു ഹാവ് ടു എവാലുവേറ്റ് ഫോർ ബർത്ത് ഡിഫക്ട്. അത് സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് ഉണ്ട്, അതിൽ നിങ്ങൾ കവർ ചെയ്യും. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പക്ഷേ ആ ബർത്ത് ഡിഫക്ട് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് രജിസ്ട്രേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വിച്ച് ഈസ് ഹാവിംഗ് ലോങ് ടൈം മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി. സോ വാട്ട് ആർ ദി കോമൺ മാൽഫോർമേഷൻസ്? സോ മാൽഫോർമേഷൻസിൻ്റെ കോമൺനെസ് നോക്കിയാൽ വൺ ഓഫ് ദി കോമണസ്റ്റ് മാൽഫോർമേഷൻ ഈസ് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് കുറവായിട്ടാണ് കാണുന്നത്. ബിക്കോസ് ദിസ് ഇസ് ഐഡൻറ്റിഫൈഡ് ആൻറ്റിനേറ്റലി ആൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 20 ആഴ്ചയ്ക്ക് മുമ്പ് അതിനെ ടെർമിനേറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് പണ്ട് കാണുന്ന അത്ര ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് നമ്മളിപ്പോൾ കാണാറില്ല. പക്ഷേ ബേസിക്കലി ദിസ് ഈസ് വൺ ഓഫ് ദി കോമണസ്റ്റ് മാൽഫോർമേഷൻ ഈസ് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ്. ഇറ്റ് ഈസ് ഡ്യൂ ടു നമ്മുടെ ന്യൂറൽ ട്യൂബ് ഫോം ചെയ്യുമ്പോൾ ആൻറ്റീരിയർ പോറും പോസ്റ്റീരിയർ പോറും ഉണ്ട്. അത് പിന്നെ ക്ലോസ്ഡ് ആവണം. അത് അപ്പോൾ ഒരു മാൽഫോർമേഷനാണ്, എംബ്രിയോ ജെനസിസിലെ ഡിഫക്റ്റാണ്. അത് ക്ലോസ് ആവാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ ഡ്രഗ്സ്, ഇപ്പോൾ അമ്മ ആൻറ്റി കൺവൽസൻസ് കഴിക്കുന്നവർ, സോഡിയം വാൽപ്രോയേറ്റോ ഒക്കെ കഴിക്കുന്ന ആൾക്കാരിൽ ഇതുപോലുള്ള പ്രശ്നം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ഇസ് വൺ ഓഫ് ദി കോമണസ്റ്റ് മാൽഫോർമേഷനാണ്. അത് പ്രിവെൻറ്റ് ചെയ്യാൻ എന്താ കൊടുക്കേണ്ടത്? ഫോളിക് ആസിഡ്. വെരി ഗുഡ്, ഫോളിക് ആസിഡ്. പക്ഷേ അത് ഇമ്പോർട്ടൻസ് എന്തെന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി പെരി കൺസെപ്ഷണൽ. വാട്ട് ഡു യു മീൻ ബൈ പെരി കൺസെപ്ഷണൽ? ബിഫോർ കൺസെപ്ഷൻ. ബിക്കോസ് ഈ ആൻറ്റീരിയർ ന്യൂറോപോറും പോസ്റ്റീരിയർ ന്യൂറോപോറും ഒക്കെ ക്ലോസ് ചെയ്യുന്നത് 27-28 ആഴ്ചയാകുമ്പോഴേക്ക് ഇതിൻ്റെ ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് കാണും. സാധാരണ ആൾക്കാരെല്ലാം നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് ഡേറ്റ് മിസ് ചെയ്ത് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 10 ദിവസം കഴിയുമ്പോൾ ദേ വിൽ ഡേ ദി യൂറിൻ ടെസ്റ്റ്, എന്നിട്ട് പ്രഗ്നൻ്റ് ആവും. എന്നിട്ടും വീട്ടിൽ പറയും, ഹസ്ബൻഡിനോട് പറയുന്നു. അത് കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ പോകുമ്പോഴേക്കും വീണ്ടും ഒരാഴ്ച 10 ദിവസം മാറി കിട്ടും. സോ അവർ ഡോക്ടറെ കാണാൻ പോകുമ്പോഴേക്കും ഈ പ്രഷ്യസ് പീരീഡ് എല്ലാം കഴിഞ്ഞിരിക്കും. സോ ഇത് മാറാനായിട്ട് നമുക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന്, നമ്മുടെ നാട്ടിലുള്ള പ്രഗ്നൻസി എല്ലാം എന്താവണം? പ്ലാൻഡ് പ്രഗ്നൻസി ആവണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പക്ഷെ നമ്മൾ ഇത്രയൊക്കെ പറയുന്ന എഡ്യൂക്കേറ്റഡ് ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റേ എഡ്യൂക്കേഷനല്ല. എഡ്യൂക്കേഷൻ പറഞ്ഞാൽ ഒരുപാട് പേര് എന്തൊക്കെയോ എഡ്യൂക്കേഷൻ കാണും. ഈ HCPസിൽ പോലും എത്ര പേരിൽ പ്ലാൻഡ് പ്രഗ്നൻസിയാണ്? ഡോക്ടേഴ്സിൽ എത്ര പേര് പ്ലാൻഡ് പ്രഗ്നൻസിയാണ്? നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ്സിൽ എത്ര പേര്, പീഡിയാട്രിക്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ന്യൂറൽ ട്യൂബ് കാണുന്നവരിൽ എത്ര പേര് പ്ലാൻഡ് പ്രഗ്നൻസിയാണ്? സോ നമ്മുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് പ്ലാൻഡ് പ്രഗ്നൻസി ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അത് മാറണം. അതാണ് എനിക്ക് തോന്നുന്നു അടുത്ത സ്റ്റേജിൽ നമുക്കൊരു വളരെ ഇമ്പോർട്ടൻറ്റ്, ലാസ്റ്റ് സ്ലൈഡ് വരുന്നുണ്ട്, നമ്മളിനി വളരെ ഹൈ ലെവലിൽ പോകേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പ്രീ കൺസെപ്ഷൻ കൗൺസിലിംഗ് ആണ്. നമ്മൾ എല്ലാത്തിനും പ്രിപ്പയർഡ് ആവും, പക്ഷേ പ്രഗ്നൻസിക്ക് മാത്രം നമുക്ക് പ്രിപ്പറേഷൻ വേണ്ട. സോഷ്യലി, മെൻ്റലി, ഹെൽത്ത് വൈസ്, വെദർ ഐ ആം പ്രിപ്പയർഡ് ആൻഡ് കപ്പിൾ ഈസ് പ്രിപ്പയർഡ് എന്ന് ഞാൻ പറയത്തുള്ളൂ കൂടുതലും. ബിക്കോസ് അവിടെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയുള്ള കാലത്ത് സോഷ്യൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഫൈനാൻഷ്യൽ എക്കണോമിക് ബർഡൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് അവർ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്, ഓക്കെ നൗ ഐ ആം റെഡി ഫോർ പ്രഗ്നൻസി. സോ അപ്പോൾ അതിന് മുമ്പ് അവരൊരു കൗൺസിലിങ്ങിന് വിധേയമാകുന്നത് വളരെ നല്ലതാണ്. സോ ദാറ്റ് അവരുടെ ഫാമിലിയിലുള്ള ജനറ്റിക് ഡിസോർഡർ, അവരെന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടോ, ആ മരുന്നുകൾ അവർ നിർത്തണോ, ആൻറ്റി കൺവൽസൻസിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യണോ, പെരി കൺസെപ്ഷനലി ഫോളിക് ആസിഡ് കഴിക്കണം. ബിക്കോസ് എൻ്റെ ചില ഡോക്ടർമാർ അല്ലെങ്കിൽ ഇതിനെ വളരെ ഐ കനോട്ട് സേ ലാഘവം വേറൊരു ആംഗിളിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും നേരത്തെ കഴിച്ചു തുടങ്ങുക.
പ്രഗ്നൻസി അവർ എന്നാണോ അവർ കല്യാണം കഴിച്ചു തുടങ്ങുന്നത് അന്ന് തൊട്ട് തന്നെ അവർ കഴിച്ചു തുടങ്ങുക. പക്ഷെ അതൊക്കെ എത്രത്തോളം നടക്കും എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ബിക്കോസ് അതൊരു പോയിൻ്റാണ്, എളുപ്പം സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. കല്യാണം കഴിച്ച് ഓൾ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള കുട്ടികളുണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ ഫീമെയിൽസും ഒരു ഫോളിക് ആസിഡിൽ 5 മില്ലിഗ്രാം ടാബ്ലറ്റ് കഴിക്കുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. ബിക്കോസ് ഇറ്റ് ഈസ് എ വാട്ടർ സോളബിൾ വൈറ്റമിൻ. എക്സസ് ആയിട്ടുള്ള ഫോളിക് ആസിഡ് ഇറ്റ് വിൽ ഗോ ടു ദി യൂറിൻ. ഒന്നും സംഭവിക്കില്ല. ഡെയിലി ഒരു 5 മില്ലിഗ്രാം ടാബ്ലറ്റ് രാത്രി കിടക്കുമ്പോൾ 5 മില്ലിഗ്രാം ടാബ്ലറ്റും കഴിക്കുക. സോ ദാറ്റ് ഈസ് എ വെരി ഗുഡ് ഓപ്ഷൻ ആൻഡ് ഈസി ഓപ്ഷൻ. പക്ഷേ അവിടെ ഞാൻ ആലോചിക്കുന്നത് അവിടെ ഇത് മാത്രമേ സോൾവ് ആവുന്നുള്ളൂ. നമുക്ക് വേറെ ഒരുപാട് പ്രശ്നമുണ്ട്. ആദ്യത്തെ കുട്ടിക്ക് SMA കാണും, 18 കോടിയുടെ മരുന്നാണ്. അടുത്ത കുട്ടിക്ക് വീണ്ടും SMA, 2 കുട്ടികൾക്കും മരുന്ന് വരും. അതിന് പറഞ്ഞാൽ വീണ്ടും പ്രീനേറ്റൽ ചെയ്യില്ല, മൂന്നാമത്തെ കുട്ടിക്ക് SMA. ഹൗ സ്റ്റേറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്? ബിക്കോസ് അവർക്കൊരു വെറും ഒരു 2000 ഒരു 10-20,000 രൂപ കൊണ്ട് ഒരു പ്രീനേറ്റൽ ഡയഗ്നോസിസിൻ്റെ ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ ദേ ആർ നോട്ട് ഡൂയിങ് ഇറ്റ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഒരു സൈഡ് 18 കോടിയുടെ മരുന്നുള്ളപ്പോൾ മറ്റേ സൈഡ് കൗൺസിലിംഗ് വഴി പ്രീനേറ്റൽ ഡയഗ്നോസിസ് വഴി ഇതേപോലുള്ള അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കൊടുക്കുമ്പോൾ അതവർ ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ പ്രശ്നം വന്നാൽ പിന്നെ ദർ ആർ സം കൺട്രീസ് വേർ ദിസ് ഡ്രഗ് ഈസ് ഫ്രീ, മീൻസ് ഗവൺമെൻറ് ഈസ് സപ്പോർട്ടിങ്. പക്ഷെ അവർ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഷുഡ് ബി ഫസ്റ്റ് ചൈൽഡ്. പ്രീനേറ്റൽ ചെയ്യാത്തവർക്ക് അത് കൊടുക്കില്ല. അങ്ങനെ ഒരു റൂൾ വേണം. അല്ലാതെ നിങ്ങൾ ഇങ്ങനൊരു മരുന്നുണ്ടെന്ന് പറയുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? ദേ വിൽ നോട്ട് ഗോ ഫോർ പ്രീനേറ്റൽ ഡയഗ്നോസിസ്. ദാറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. അപ്പോൾ അത് ഞാനൊരു വേറൊരു ആംഗിൾ പറഞ്ഞാണ്. ഇതേപോലെ എല്ലാ കാര്യങ്ങളും വേറൊരു കോമൺ പ്രോബ്ലമാണ് നമ്മുടെ ഡയബറ്റീസ്. ബിക്കോസ് നമ്മൾ ഡയബറ്റീസ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യയാണ്. കേരളത്തിൽ 20% പ്രഗ്നൻറ്റ് ലേഡീസ് ആർ ഡയബറ്റീസിനാണ്. അതും ഹോസ്പിറ്റൽ ഡാറ്റയാണ്. ഇന്ത്യയിലെല്ലാം ഹോസ്പിറ്റൽ ഡാറ്റയേ ഉള്ളൂ. ബിക്കോസ് 25 വർഷമായിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതേ പറ്റുള്ളൂ. കമ്മ്യൂണിറ്റി ഡാറ്റ നമുക്ക് കുറവാണ്. കമ്മ്യൂണിറ്റി അത്ര കാണത്തില്ല ഓഫ് കോഴ്സ്. ബിക്കോസ് SAT എന്ന് പറയുമ്പോൾ എല്ലാം റെഫേർഡ് പ്രഗ്നൻറ്റ്. പക്ഷേ എന്നാലും SAFയിൽ 22% നമ്മുടെ ഡയബറ്റീസ് റേറ്റ്. 5-1 ഫീമെയിൽ കമ്മിങ് ഫോർ ഡെലിവറി ഈസ് ഡയബറ്റീസ്. ഡയബറ്റീസ് കൊണ്ട് ഒരുപാട് മാൽഫോർമേഷൻ ഉണ്ടാകാം. ഹാർട്ട് മാൽഫോർമേഷൻസ് ഉണ്ടാകാം, മാക്രോസോമിയ ഉണ്ടാകാം. അപ്പോൾ ആ ഹീമോഗ്ലോബിൻ A1C എന്ന് പറയുന്നത് പ്രഗ്നൻസിക്ക് മുമ്പ് 6.5 താഴെ നിർത്തിയാൽ മാൽഫോർമേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അതേപോലെ ആൻറ്റി കൺവൽസൻസ്, നിറയെ പേർക്ക് സീഷർ ഡിസോർഡർ ഉണ്ട്. ഇപ്പോൾ ഇവരൊക്കെ ആൻറ്റി കൺവൽസൻസ് കഴിക്കും. പിന്നെ സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ഇപ്പോൾ ഭയങ്കര കോമൺ ആണ്. ഡിപ്രഷനും മാനിയൊക്കെ മെയിൽസിലും ഫീമെയിൽസിലും രണ്ടിലും കൂടുതലാണ്. പക്ഷേ ഫീമെയിൽസാണ് വി ആർ മോർ ബോതേഡ്. ബിക്കോസ് ഈ സൈക്കാട്രിക് മെഡിക്കേഷൻസ് ഒക്കെ ടെറട്ടോജനിസിറ്റി ഉണ്ടാക്കും. ന്യൂറോളജിക്കൽ ഡ്രഗ്സ് എല്ലാം ടെറട്ടോജനിസിറ്റി ഉണ്ടാക്കും. അപ്പോൾ ഈ ടെറട്ടോജനിക് ഡ്രഗ്സുകളെല്ലാം നമുക്ക് മാനേജ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുള്ളത് കൊണ്ട് പ്രീ കൺസെപ്ഷൻ കൗൺസിലിങ്ങും പെരി കൺസെപ്ഷണൽ ഫോളിക് ആസിഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മളത് ഗവൺമെൻറ് ലെവലിലും ചിലപ്പോൾ ഒരു 1, 2, 3 വർഷം കഴിഞ്ഞത് വന്നേക്കാം. പക്ഷേ അസിറ്റീസ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഏരിയയിൽ ആരെങ്കിലും ചോദിക്കുമ്പോൾ നിങ്ങളത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഈ പെരി കൺസെപ്ഷണൽ ഫോളിക് ആസിഡിനെങ്കിൽ ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും 4 മില്ലിഗ്രാമാണ് റെക്കമെൻഡേഷൻ. പക്ഷേ 4 മില്ലിഗ്രാം ടാബ്ലറ്റ് കിട്ടില്ല. യു ക്യാൻ ടേക്ക് 5 മില്ലിഗ്രാം ഫോളിക് ആസിഡ്. ദെൻ സെക്കൻഡ് ഈസ് താലിപ്പസ് ഇക്വന വൈറസ്, CTEV. അത് നിങ്ങൾക്കൊരു സെപ്പറേറ്റ് സെഷൻ തന്നെ ഉണ്ട് ഓർത്തോപെഡിഷൻ്റെ എന്ന്. ദാറ്റ് ഈസ് ഓൾസോ വെരി കോമൺ മാൽഫോർമേഷൻ. അതിനകത്ത് കൂടുതലും നമുക്ക് ഡിഫോർമേഷനാണ്, സ്പേസ് കൊണ്ടാണ്. അപ്പോൾ കുറേ ഈ പോൺസെറ്റ് ടെക്നിക്ക് എന്നൊക്കെ പറഞ്ഞ ടെക്നിക്കാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മെജോറിറ്റി വിൽ ബി കറക്റ്റഡ്. റിയൽ മാൽഫോർമേഷൻസ് ആണെങ്കിൽ യു മേ നീഡ് എ സർജിക്കൽ ഇൻ്റർവെൻഷൻ. പക്ഷേ CTEV നമുക്ക് ആൻറ്റിനേറ്റലി ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഐസൊലേറ്റഡ് CTEV യൂഷ്വലി മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ നമ്മളും പറയുന്നത് അതൊരു ഐസൊലേറ്റഡ് ആണ്. യു ക്യാൻ ട്രീറ്റ് ആഫ്റ്റർ ഡെലിവറി. പോളിഡാക്ടലി ഈസ് ദെയർ. ഹൈഡ്രോസെഫാലസ് മീൻസ് തലക്കകത്ത് വെള്ളം കെട്ട്. ക്ലഫ്റ്റ് ലിപ്പ്, ക്ലഫ്റ്റ് പാലറ്റ്, വേരിയസ് ഗ്രേഡ്സ്. ദാറ്റ് ആൾസോ ഐ തിങ്ക് one session is there. Interventions, another thing. Congenital heart disease. Now we are having Hridayam scheme where we are treating all congenital heart disease. So നമുക്ക് പിള്ളേരെ പഠിപ്പിക്കാൻ പോലും congenital heart disease ഇല്ല. ഓടി നടന്ന് CHD ട്രീറ്റ് ചെയ്യുകയാണ് ഹോസ്പിറ്റലുകൾ. പേഷ്യൻ്റെ പൊക്കി കൊണ്ടുപോവാണ്, റാഞ്ചി കൊണ്ടുപോവാണെന്ന് വേണമെങ്കിൽ പറയാം. സോ ദർ ഇസ് നോ ട്രീറ്റ്മെൻറ്റ്. CHD ഹൃദയം വഴി ചെയ്യുന്നതുകൊണ്ട് പിള്ളേരെ പഠിപ്പിക്കാനും പരീക്ഷയ്ക്ക് വെക്കാനും പോലും നമുക്ക് congenital heart disease ഇല്ല. ഓൺലി കോംപ്ലക്സ് congenital heart disease മാത്രമേ കാണൂ. ഒരു VSD, ASD, PDA, TOF ഒന്നും കിട്ടത്തില്ല. അതൊന്നും കിട്ടത്തില്ല. ബിക്കോസ് അതൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഗുഡ്. ബിക്കോസ് അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തന്നെ ഓർമ്മയുണ്ട് 2010 രാജീവ് സാറിൻ്റെ ഇതിൽ അന്ന് നമ്മൾ ആദ്യമായിട്ട് ഇൻഫൻറ്റ് മോർട്ടാലിറ്റിയുടെ ഇത് ചെയ്തപ്പോൾ ഞാനുണ്ട് ചൈത്രത്തിൽ. ലളിത കൈലാസ് മാഡമായിരുന്നു HOD. ഞാനായിരുന്നു ICUയുടെ ഡാറ്റ പ്രസൻറ്റ് ചെയ്തത്. അന്ന് നമ്മൾ ഈ ICU ഡാറ്റ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു മേജർ ചങ്ക്, ഒരു 20% ICU ഡെത്ത് ഈസ് ഡ്യൂ ടു കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ്. അന്നത്തെ ആ മീറ്റിംഗ്, അന്നത്തെ രാജീവ് സാറിൻ്റെ വിഷനൊക്കെ കൊണ്ടാണ് NHM has taken it. ഹൃദയം കെയിം. നൗ ഞാൻ അതല്ലേ പറഞ്ഞു, ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഹാർട്ട് ഡിസീസിൻ്റെ ഡെത്ത് എന്ന് പറയുന്നത് എക്സ്ട്രീംലി റെയർ. ഉണ്ട് കോംപ്ലക്സ് ഹാർട്ട് ഡിസീസ്, അതുണ്ട് ഓഫ് കോഴ്സ്. കോംപ്ലക്സ് ഹാർട്ട് ഡിസീസ് ഈസ് ദെയർ. പക്ഷേ നമ്മളൊരു സാധാ VSDയോ ASDയോ ഒക്കെ മരിച്ചു പോകുക എന്ന് പറയുന്നത് റെയറാണ്.
റെയറാണ്. അപ്പോൾ അതുകൊണ്ട് റിയലി അതൊരു ഭയങ്കര അതൊക്കെ കൊണ്ടാണ് ഈ മോർട്ടാലിറ്റി കുറഞ്ഞത്. അന്ന് മോർട്ടാലിറ്റി 12 ആയിരുന്നു റഫലി. 2012, 13 പാലക്കാടിൽ 12 തൊട്ട് 14 ഫിക്സഡ് ആയിരുന്നു. ഈ ഹൃദയം ഡെഫിനറ്റ്ലി ഹാസ് എ ലാർജർ ഇമ്പാക്റ്റ് ഓൺ ദി റിഡക്ഷൻ ഓഫ് മോർട്ടാലിറ്റി. ബിക്കോസ് നമ്മുടെ ഒരു ഹാർട്ട് ഡിസീസ് ആയിരുന്നു ഒരു മേജർ മോർട്ടാലിറ്റി. ട്രീറ്റബിൾ ആയിട്ടുള്ള അത് ആലോചിക്കണം. ജനറ്റിക് ഡിസോർഡേഴ്സ് ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ നിറയെ ജനറ്റിക് ഡിസോർഡേഴ്സ് ആർ നോട്ട് ടോട്ടലി ക്യൂറബിൾ. അപ്പോൾ ഫോർ എക്സാമ്പിൾ NTD, ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ്, നമുക്ക് ക്യൂർ ചെയ്യാനൊന്നും പറ്റില്ല. സർജറി ചെയ്യാം, സർജറി ചെയ്താലും ദർ വിൽ ബി ഡിസബിലിറ്റി. ബിക്കോസ് ഈ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റിൻ്റെ കൂടെ തന്നെ സ്പൈനിൻ്റെ മാൽഫോർമേഷൻസ് കാണും. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ദേ വിൽ ഹാവ് ലോവർ ലിംബ് ഡിഫോമിറ്റിയും യൂറിൻ പോകാനുള്ള ബുദ്ധിമുട്ടും മോശം പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാണും. സോ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റിന് എപ്പോഴും നമുക്ക് നല്ലത് പറയാമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. റിലീജിയസ്ലി സം പീപ്പിൾ മേ നോട്ട് അക്സെപ്റ്റ് ഇറ്റ്, ബട്ട് ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ആൻറ്റിനേറ്റലി ഡിറ്റക്ട് ചെയ്യുക. ടു സർട്ടൻ എക്സ്റ്റെൻറ്റ് ഇഫ് ഇറ്റ് ഈസ് എ മേജർ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ടെർമിനേഷനിലോട്ട് പോകുന്നതാണ്, പ്രൊവൈഡഡ് പാരൻസ് ആർ വില്ലിങ്. വി ഷുഡ് കൗൺസിൽ ലൈക്ക് ദാറ്റ്. ബിക്കോസ് അത് കംപ്ലീറ്റ് ക്യൂറബിൾ അല്ല. വേറെസ് ഹാർട്ട് ഡിസീസ് ഈസ് ഓൾമോസ്റ്റ് മെജോറിറ്റി ഹാർട്ട് ഡിസീസ് ആർ കംപ്ലീറ്റ്ലി ക്യൂറബിൾ. ഇപ്പോഴും നമ്മൾ ക്യൂറബിൾ അല്ലാത്ത ഹാർട്ട് ഡിസീസ് അങ്ങനെ തന്നെയാണ് കൗൺസിൽ ചെയ്യുന്നത്. ഹൈപ്പോപ്ലാസ്റ്റിക് ലെഫ്റ്റ് ഹാർട്ട് സിൻഡ്രോമോ എപ്സ്റ്റീൻസ് അനോമലിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൗൺസിൽ ചെയ്യുന്നത് അങ്ങനെയാണ്. ദാറ്റ് റിക്വയർ മൾട്ടിപ്പിൾ സ്റ്റേജ് സർജറി ആയാലും മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യണമെന്നില്ല. പക്ഷേ കോമൺ ഹാർട്ട് ഡിസീസ് ലൈക്ക് VSD, ASD, PD, TOF ഒക്കെ കംപ്ലീറ്റ്ലി ഫിക്സബിളാണ്, കറക്റ്റബിളാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് നമ്മൾ അങ്ങനൊരു ഓപ്ഷൻ കൊടുക്കാറില്ല. ഇത് ക്യാൻ കണ്ടിന്യൂ ആൻഡ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഏർലിയറായിട്ട് സർജറി ചെയ്യുക. സോ ഓരോന്നിനും ട്രീറ്റ്മെൻറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ മാൽഫോർമേഷൻസ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കൊണ്ട് ഏർലി ട്രീറ്റ്മെൻറ്റ്, മോർബിഡിറ്റി ഒക്കെ നമുക്ക് യൂസ്ഫുള്ളാണ്. ദെൻ വൺ ഓറോഫേഷ്യൽ ക്ലെഫ്റ്റ് നിങ്ങൾക്ക് എടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലെഫ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഒരു മാൽഫോർമേഷൻ എടുത്തിട്ട് അവൻ്റെ വേരിയസ് എറ്റിയോളജി ഒന്ന് കാണിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഡോൺ ഗോ ഇൻ ടു ദി ഡീറ്റെയിൽ. അല്ല ഡീറ്റെയിൽസ് പോകുന്നില്ല. ഐ എം നോട്ട് എ പേഴ്സൺ ലൈക്ക് ദാറ്റ് ആൾസോ. ഓറോഫേഷ്യൽ ക്ലെഫ്റ്റിംഗ് ഇസ് എ റേഞ്ച് ഓഫ് അബ്നോർമാലിറ്റി വിച്ച് മാനിഫെസ്റ്റ് ഇൻ ദി ന്യൂ ബോൺ. ദി മെയിൻ കാറ്റഗറീസ് ആർ ഐസൊലേറ്റഡ് ക്ലെഫ്റ്റ് പാലറ്റ് ആകാം, ഓർ ക്ലെഫ്റ്റ് ലിപ്പ് വിത്ത് ഓർ വിത്തൗട്ട് ക്ലെഫ്റ്റ് പാലറ്റ് ആകാം, രണ്ടുമാകാം. ബോത്ത് ടൈപ്സ് ക്യാൻ ബി ഐസൊലേറ്റഡ് ഓർ എ പാർട്ട് ഓഫ് എ സിൻഡ്രോം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു അനോമലീസ് വന്നാലും നമ്മൾ നോക്കേണ്ട കാര്യം വെദർ ഇറ്റ് ഈസ് എ സിംഗിൾ ആണോ മൾട്ടിപ്പിൾ ആണോ. സിംഗിൾ ആണെങ്കിൽ മൾട്ടിപ്പിൾ ആണെങ്കിലും വെദർ ഇറ്റ് ഈസ് എ സിൻഡ്രോമിക് ആണോ നോൺ സിൻഡ്രോമിക് ആണോ. അപ്പോൾ അവിടെയാണ് നമുക്ക് മൾട്ടിപ്പിൾ മാൽഫോർമേഷൻസ് ഉണ്ടോ നോക്കേണ്ട ആവശ്യകത വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ സെയിം കാര്യം അവിടെ ഞാൻ കുറേ എക്സാമ്പിൾസ് പറഞ്ഞു. ഇവിടെയും ഫേഷ്യൽ ക്ലഫ്റ്റിംഗ് ക്യാൻ ബി ഡ്യൂ ടു ഡിഫോർമേഷൻ, ഡിസ്റപ്ഷൻ, ഡിസ്പ്ലേസിയ, മാൽഫോർമേഷൻ. പക്ഷേ അതൊക്കെ ഭയങ്കര റയറാണ്. ഞാൻ പറഞ്ഞു ഡിഫോർമേഷനിൽ കോമൺ എക്സാമ്പിൾ പറഞ്ഞ എന്തുവാണ്? ഡിഫോർമേഷനിൽ കോമണസ്റ്റ് എക്സാമ്പിൾ ഈസ് CTEV. വെരി ഗുഡ്. CTEV ആണ് ഡിഫോർമേഷൻ്റെ കോമണസ്റ്റ് എക്സാമ്പിൾ. എല്ലാ CTEVയും അല്ല, പക്ഷേ CTEVയുടെ നല്ലൊരു ചങ്ക് ഡിഫോർമേഷനാണ്. വേറെ ക്ലെഫ്റ്റ് ലിപ്പ് ക്ലെഫ്റ്റ് പാലറ്റിൻ്റെ മേജർ ചങ്ക് മാൽഫോർമേഷനാണ്. ആ മാൽഫോർമേഷനിലും പലതരത്തിലുള്ള മാൽഫോർമേഷൻ വരാം. ഡീറ്റെയിൽസിലോട്ട് പോകണ്ട. ഇറ്റ് ക്യാൻ കോസ് എ മിഡ് ലൈൻ ക്ലെഫ്റ്റ് ലിപ്പ് ആൻഡ് പാലറ്റ്, ഐസൊലേറ്റഡ് ക്ലെഫ്റ്റ് പാലറ്റ്, വേരിയസ് ഗ്രേഡ്സ് ഓഫ് കാര്യങ്ങളുണ്ടാകാം. സോ നമ്മൾ അതിനെ ക്ലിനിക്കൽ എക്സാമിനേഷൻ ഫോർ ഡിലീഷൻ ഓഫ് ഫിനോടൈപ്പ്. ചുമ്മാ ക്ലെഫ്റ്റ് ലിപ്പ് ക്ലെഫ്റ്റ് പാലറ്റ് എന്ന് പറഞ്ഞാൽ പോരാ. യൂണിലാറ്ററൽ ആണോ, ബൈലാറ്ററൽ ആണോ, എൻറ്റയർ ക്ലെഫ്റ്റ് ലിപ്പ് പാലറ്റ് ആണോ, പാലറ്റ് എലോൺ ആണോ, പാലറ്റ് വിത്ത് ലിപ്പാണോ, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതെല്ലാം നമുക്ക് വേണം. അതിനെ ഹ്യൂമൻ ഫിനോടൈപ്പ് ഓണ്ടോളജി ക്യാൻ യൂസ് ദാറ്റ്. ഐ തിങ്ക് ഫോർ യു ഇറ്റ് ഈസ് യു വിൽ നോട്ട് യൂസ് ദാറ്റ്. And clinical geneticist or expertise in dysmorphology can be used if there is some dysmorph. Okay? Then various genetics for confirmation. That I will come to in successive slide. So associated malformation is very important. ഇപ്പോൾ ക്ലെഫ്റ്റ് ലിപ്പ് ക്ലെഫ്റ്റ് പാലറ്റിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും മാൽഫോർമേഷൻസ് ഉണ്ടെങ്കിൽ ഡയറക്ട്ലി വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ദിസ് സിൻഡ്രോം ഓർ ദാറ്റ് സിൻഡ്രോം. ഒരു എക്സാമ്പിൾ എടുത്തതാണ്. ദിസ് ഈസ് അപ്ലിക്കബിൾ ടു ഓൾ മാൽഫോർമേഷൻ. ഇപ്പോൾ നമ്മളിപ്പോൾ കഞ്ഞൽ ഹാർട്ട് ഡിസീസ് ആണ്, ഇതേ അപ്രോച്ചാണ്. പോളിഡാക്ടലി എടുത്താൽ ഇതേ അപ്രോച്ചാണ്. ഒബിസിറ്റി എടുത്താൽ ഇതേ അപ്രോച്ചാണ്. കൺസെപ്റ്റാണേ പറഞ്ഞ് അതിൻ്റെ തിയററ്റിക്കൽ നോളജിൽ ഒരുപാട് കാര്യങ്ങൾ വരും. പക്ഷേ സിൻഡ്രോമിക് ആണോ ഐസൊലേറ്റഡ് ആണോ, അതാണ് നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ അതിന് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒരു കാര്യം ചെയ്യേണ്ടത്, എല്ലാ ബർത്ത് ഡിഫക്റ്റിലും ജനറ്റിക് ഡിസോർഡേഴ്സിലും ഒരു ഡീറ്റെയിൽഡ് ഫാമിലി ഹിസ്റ്ററി പെഡിഗ്രി വരയ്ക്കണം. പെഡിഗ്രി വരയ്ക്കാൻ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്ക്വയർ, സർക്കിൾ, സ്ക്വയർ ഫോർ ദി മെയിൽ, സർക്കിൾ ഫോർ ദി ഫീമെയിൽസ്. മരിക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യും, അഫക്റ്റഡ് ചൈൽഡിനെ ഡാഷ് ചെയ്യും, കൺസാങ്ഗ്യൂസ് ആണെങ്കിൽ ഡബിൾ ചെയ്യും. ഈ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. ദിസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് വിച്ച് വിൽ ഹെൽപ്പ് യു ടു സേ ദാറ്റ് വാട്ട് ടൈപ്പ് ഓഫ് ഡിസോർഡർ യു ആർ ഡീലിംഗ് വിത്ത്. ഓക്കെ. അപ്പോൾ അതിനകത്ത് നമുക്കൊരു ഇതുമില്ല. എല്ലാ ജനറ്റിക് ഡിസോർഡേഴ്സിലും ഒരു ഫാമിലി പെഡിഗ്രി വരയ്ക്കുന്ന ഒരു സ്വഭാവം. ഞാൻ കുറച്ച് മുമ്പ് ആ കൺസെപ്റ്റ് ഓഫ് പ്രീ കൺസെപ്ഷൻ കൗൺസിലിംഗ് എന്ന് പറഞ്ഞതുപോലെ ഈ പെഡിഗ്രി ഡ്രോയിങ്ങും നമ്മുടെ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റിയുടെ ഭാഗമാക്കണം. ജനറ്റിക് ഡിസോർഡേഴ്സ് ഞാൻ പറഞ്ഞൊരു പനിയും ചുമയും വന്നാൽ ചെയ്യണമെന്നല്ല, അതിനല്ല ഉദ്ദേശിക്കുന്നത്. ജനറ്റിക് ഡിസോർഡർ ആണോ, ബർത്ത് ഡിഫക്റ്റ് ആണോ,
ഉടനെ അറിയാതെ നമുക്ക് ചോദിക്കാനുള്ള ഒരു ടെൻഡൻസി വരണം. വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ, നിങ്ങൾക്ക് എത്ര സഹോദരൻ, അമ്മയ്ക്ക് എത്ര സഹോദരൻ, അച്ഛൻ എത്ര സഹോദരൻ, അവരുടെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോ, അവരൊക്കെ കല്യാണം കഴിഞ്ഞോ, നിങ്ങൾ സ്വന്തത്തിലാണോ കല്യാണം കഴിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ഇതിനു മുമ്പ് അബോർഷൻ ഉണ്ടായിരുന്നോ. ദിസ് മച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് യു ഷുഡ് ആസ്ക് ആൻഡ് യു ഷുഡ് ഡ്രോ എ പെഡിഗ്രി ലൈക്ക് ദിസ്. ഇതേപോലെ പെഡിഗ്രി വരയ്ക്കും നമ്മൾ. ഓട്ടോസോമൽ റിസസീവ് ആണോ, ഡോമിനൻ്റ് ആണോ, അതിൻ്റെ എക്സലിംഗ് റിസസീവ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ സ്ട്രോങ് മെസ്സേജ് ഈസ് യു ഹാവ് ടു ഗിവ് ദി പെഡിഗ്രി. പെഡിഗ്രി ഡ്രോയിങ് എല്ലാവരും മാക്സിമം അതിന് ഒരു 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 ചെയ്ത് പഠിക്കണം. വരയ്ക്കാവുന്നതേ ഉള്ളൂ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ നമുക്കൊരു പ്രാക്ടീസ് ഇല്ല. ആ പ്രാക്ടീസ് ഡെവലപ്പ് ചെയ്യണം, എക്സ്പെഷ്യലി ഇൻ ജെനറ്റിക് ഡിസോർഡേഴ്സ്. ദെൻ ഇൻവെസ്റ്റിഗേഷൻസ്. അപ്പോൾ നമ്മൾ പെഡിഗ്രി വരയ്ക്കുന്നു, കുട്ടിയെ ഡീറ്റെയിൽ ആയിട്ട് എക്സാമിൻ ചെയ്യുന്നു, അതർ മാൽഫോർമേഷൻസ് കണ്ടുപിടിക്കുന്നു. ദെൻ സെൻഡിങ് ടു ഇൻവെസ്റ്റിഗേഷൻസ്. ഇൻവെസ്റ്റിഗേഷൻസ്, ദെർ ആർ ലോട്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് ഫോർ ജെനറ്റിക് ഡിസോർഡേഴ്സ്. ഇപ്പോൾ ബർത്ത് ഡിഫക്റ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ജെനറ്റിക് ഡിസോർഡറാണ് മേജർ കോസ്. എല്ലാത്തിലും ചെയ്യണമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഐസൊലേറ്റഡ് ആണെങ്കിൽ നമ്മൾ നോൺ ബർത്ത് ഡിഫക്ട്സ് ഐസൊലേറ്റഡ് ചെയ്യത്തില്ല. ഫോർ എക്സാമ്പിൾ, ഐസൊലേറ്റഡ് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ആണെന്ന് വെക്കുക. വേറെ ഒന്നുമില്ല, കുട്ടിക്ക് ഒരു ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് മാത്രമേ ഉള്ളൂ. തലയിലെ സൈസിലൊന്നും പ്രശ്നമില്ല, വേറെ മാൽഫോർമേഷൻസ് ഒന്നുമില്ല, കയ്യിൽ പ്രശ്നമില്ല, കിഡ്നി സിസ്റ്റ് ഇല്ല, ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ജെനറ്റിക് ടെസ്റ്റിംഗ് ഒന്നും വേണ്ട. ബിക്കോസ് വി നോ ദാറ്റ് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ഐസൊലേറ്റഡ് ഇസ് എ കോമൺ isolated malformation. Similarly, isolated congenital heart disease, you will not do. Isolated cleft lip, cleft palate, you don't have to do all this expensive investigation. പക്ഷേ ഒരു ക്ലെഫ്റ്റ് ലിപ്പ്, ക്ലെഫ്റ്റ് പാലറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കഞ്ചനിറ്റൽ ഹാർട്ട് ഡിസീസ് ഉണ്ട്, ഒരു ന്യൂറോ ട്യൂബ് ഡിഫക്റ്റ് ഉണ്ട്, ഇതിൻ്റെ കൂടെ മൾട്ടിപ്പിൾ മാൽഫോർമേഷൻസ് ഉണ്ടെങ്കിൽ ചെയ്യണം. ഞാൻ പറഞ്ഞു, മൾട്ടിപ്പിൾ മാൽഫോർമേഷൻ ആകുമ്പോൾ എപ്പോഴും എന്താവും? സിൻഡ്രോമിക് ആവും. സിൻഡ്രോമിക് ആണെങ്കിൽ ഇതിലെന്തെങ്കിലും പ്രശ്നം, ക്രോമസോമിലോ ജീനിലോ പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. വേറെ രണ്ട് കാര്യങ്ങൾ പീഡിയാട്രിക്സ് ലെവലിൽ, ചൈൽഡ് ലെവലിൽ അറിയേണ്ട രണ്ട് കാര്യങ്ങൾ. വെനെവർ ദിസ് മാൽഫോർമേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഗ്രോത്ത് റിട്ടാർഡേഷൻ, ഗ്രോത്ത് അബ്നോർമാലിറ്റീസ് ഓർ ഡെവലപ്മെൻറ്റൽ ഡിലേ, അപ്പോഴും ചെയ്യണം. അതായത് ഒരു കുട്ടിക്ക് ഒരു കഞ്ചനിറ്റൽ ഹാർട്ട് ഡിസീസ് ഉണ്ട് പ്ലസ് ഒരു ഡെവലപ്മെൻറ്റൽ ഡിലേ, യു ഹാവ് ടു ഡു ക്രോമസോം ടെസ്റ്റ്. ബിക്കോസ് അവന് പല കാരണങ്ങളാകാം. അപ്പോൾ ഇത് ഏത് മാൽഫോർമേഷനും ഐസൊലേറ്റഡ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടിയുടെ ഗ്രോത്ത് നോർമലാണ്, ഡെവലപ്മെൻറ്റ് നോർമലാണ്, പക്ഷേ ഒരു ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് മാത്രമുണ്ട്. അല്ലെങ്കിൽ ഗ്രോത്ത് നോർമലാണ്, ഡെവലപ്മെൻറ്റ് നോർമലാണ്, വേറെ മാൽഫോർമേഷൻ ഇല്ല, ഒരു ചെറിയൊരു ക്ലെഫ്റ്റ് പാലറ്റ് മാത്രമുണ്ട്. യു ഡോണ്ട് ഹാവ് ടു ഡു ദീസ് എക്സ്പെൻസീവ് ടെസ്റ്റ്. പക്ഷേ വെൻ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഗ്രോത്ത് അബ്നോർമാലിറ്റീസ് ഓർ അസോസിയേറ്റഡ് വിത്ത് സിഗ്നിഫിക്കൻറ്റ് ഡെവലപ്മെൻറ്റൽ ഡിലേ, ദെൻ യു ഹാവ് ടു ഡു ദി ജെനറ്റിക് ടെസ്റ്റ്. ഓക്കെ, മെസ്സേജ് കിട്ടിയല്ലോ. വാട്ട് ആർ ദി ജെനറ്റിക് ടെസ്റ്റ് യു ക്യാൻ ഡു? ഞാൻ പറഞ്ഞു, ക്രോമസോമിലെ ഡിഫക്റ്റ് ആകാം, ജീനിലെ ഡിഫക്റ്റ് ആകാം. ക്രോമസോമൽ ടെസ്റ്റിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് മെയിനായിട്ടുള്ളത് കാരിയോടൈപ്പ്. കാരിയോടൈപ്പ് എന്ന് പറയുമ്പോൾ ക്രോമസോമിൻ്റെ മൊത്തത്തിലുള്ള, അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരാൾ വരുന്നു, നമ്മൾ പോകുന്നു, നമ്മൾ പോയിട്ട് ഷെൽഫുകളെല്ലാം ഉണ്ടോ എന്ന് നോക്കുന്നു, അല്ലെങ്കിൽ ഷെൽഫുകൾ എക്സ്ട്രാ ആണോ നോക്കുന്നു. അതാണ് അനുപ്ലോയിഡി. എക്സ്ട്രാ ആകാം, ഒരു ഷെൽഫ് നഷ്ടപ്പെടാം, ഒരു ക്രോമസോം നഷ്ടപ്പെടാം, ഒരു ക്രോമസോം കൂടാം, അല്ലെങ്കിൽ ഒരു ക്രോമസോമിൻ്റെ മേജർ ഭാഗം നഷ്ടപ്പെടാം. ഇതെല്ലാം നമുക്ക് കൺവെൻഷണൽ കാരിയോടൈപ്പിൽ അറിയാൻ പറ്റും, ഒറ്റ നോട്ടത്തിൽ അറിയാൻ പറ്റും. അവിടെ ഗ്യാപ്പാണ്, അവിടെ ഷെൽഫ് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ഷെൽഫ് എക്സ്ട്രാ വന്ന് കിടപ്പുണ്ട്, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതേസമയം ഷെൽഫുകളെല്ലാം ഉണ്ട്, അതിൻ്റെ അകത്ത് ഒരു 5-6 പുസ്തകം മാത്രം പോയിരിക്കുന്നു എന്ന് വയ്ക്കുക, അത് ചിലപ്പോൾ പെട്ടെന്ന് ഒറ്റോടത്തിൽ കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. ദാറ്റ് ഈസ് കോൾഡ് മൈക്രോ ഡെലീഷൻ. ബിക്കോസ് ഡെലീഷൻ ഈസ് ദെയർ. അവിടെ കുറച്ച് ജീനുകളുടെ നഷ്ടമുണ്ട്, ഒരു ക്രോമസോം ഏരിയ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഒരു ഒറ്റ നോട്ടത്തിൽ കൺവെൻഷനായിട്ട് നോക്കുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവിടെ സ്പെസിഫിക് ടെസ്റ്റുകൾ ലൈക്ക് ഫ്ലൂറസൻ ഇൻസിറ്റു ഹൈബ്രിഡൈസേഷനോ DNA മൈക്രോ അറേയോ, DNA മൈക്രോ അറേയുടെ വേറൊരു പേരാണ് കമ്പാരിറ്റീവ് ജീനോമിക് ഹൈബ്രിഡൈസേഷൻ, അതെല്ലാം ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ക്രോമസോം ചെയ്യുന്നു, അപ്പോൾ മൊത്തത്തിലുള്ള അറിയുന്നു. പിന്നെ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത്തെ മൈക്രോ അറേ പോലുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നു, വേർ മൾട്ടിപ്പിൾ ജീൻസ് ആർ ലോസ്റ്റ്. മൂന്നാമത്തെ അത് ചെയ്തപ്പോഴും നെഗറ്റീവാണ്, അല്ലെങ്കിൽ ബുക്കുകളൊന്നും നഷ്ടപ്പെടത്തില്ല, ബുക്കുകളെല്ലാം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അകത്തുള്ള പേജ് പോകുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ പുസ്തകമായിട്ട് എടുത്ത് നോക്കണ്ടേ? അതാണ് DNA ടെസ്റ്റ്. DNA ടെസ്റ്റ് അങ്ങനെയാണ് ചെയ്യുന്നത്. DNA ടെസ്റ്റ് മൊത്തത്തിൽ ചെയ്യാക്കൂല. നമുക്ക് അറിയണം നമ്മൾ ഏത് ജീനാണ് നോക്കേണ്ടതെന്ന്. ഇപ്പോൾ താലസീമിയ ആണെങ്കിൽ എനിക്കറിയാം ബീറ്റാ ഗ്ലോബിൻ ജീനാണ്. അപ്പോൾ ഞാൻ നേരെ കറക്റ്റായിട്ട് പോയിട്ട് 6ാമത്തെ ഷെൽഫ് ക്രോമസോം നമ്പർ 6 പോയി അവിടെയുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് എടുക്കും, അല്ലെങ്കിൽ ആ ബുക്ക് എടുക്കും. അത് ബീറ്റാ ഗ്ലോബിനാണ്. അവൻ്റെ ഈ എൻഡ് തൊട്ട് ആ എൻഡ് വരെയുള്ള കംപ്ലീറ്റ് ജീനും നോക്കും, എവിടെങ്കിലും ജീനുകളിൽ വേരിയേഷൻ ഉണ്ടോ. മനസ്സിലായോ? അപ്പോൾ ഈ ടെസ്റ്റിൻ്റെ കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നിങ്ങൾ താലസീമിക്ക് പോയി കാരിയോടൈപ്പ് ചെയ്ത് എന്ത് കിട്ടും? നോർമലായിരിക്കും. അയ്യോ ഞങ്ങൾ ജെനറ്റിക് ടെസ്റ്റിംഗ് ചെയ്തു നോർമലായിരുന്നു.
നോർമലായിരിക്കും. വി ആർ നോട്ട് എക്സ്പെക്ടിങ് എനിത്തിങ്. ഡൗൺ സിൻഡ്രോമിന് പോയിട്ട് ബീറ്റാ ഗ്ലോബിൻ ചേഞ്ച് ചെയ്താലും നോർമലായിരിക്കും. അവിടെ ചെയ്യേണ്ടത് കാരിയോടൈപ്പാണ്. സോ ഓരോ ടെസ്റ്റിലും അതിന് എന്താണ് ഡിഫക്റ്റ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അത്രയും പറഞ്ഞാൽ മതി. അതായത് ഡിഫറെൻറ്റ് ടെസ്റ്റ് ഉണ്ട്. ഓരോ ടെസ്റ്റിനും അതിൻ്റെ പത്തോളജി അനുസരിച്ച് ഡിഫറെൻറ്റ് ടെസ്റ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. DNA ടെസ്റ്റിനാണ് നമ്മൾ മോളിക്കുലർ അനാലിസിസ് ഉപയോഗിക്കുന്നത്. ഒരു സെക്കൻഡ് വിളിച്ചുകൊണ്ടിരിക്കും. ഹലോ, Now we will go to some of the ഒരു 5 സ്ലൈഡ്സ് എക്സാമ്പിൾസ് ആണ് ഈ പറഞ്ഞ കാര്യത്തിന് തന്നെ. ക്ലെഫ്റ്റ് പാലറ്റിനെ വെച്ച് ഞാൻ ജസ്റ്റ് ക്ലെഫ്റ്റ് പാലറ്റ് ഒരു മാൽഫോർമേഷൻ എടുക്കാം. CTV ഇത്രയും സിൻഡ്രോം കിട്ടൂല. അതുകൊണ്ടാണ് ഐ ഹാവ് ടേക്കൻ ക്ലെഫ്റ്റ്. കഞ്ചനൽ ഹാർട്ട് ഡിസീസിലോ ക്ലെഫ്റ്റ് പാലറ്റിലെ നമുക്ക് ഈ ഒരു സീരിയസ് കിട്ടുള്ളൂ. സോ ഈ കുട്ടിയെ നോക്കുക. ഈ കുട്ടിയുടെ മുഖം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് യു ക്യാൻ സി എ ക്ലെഫ്റ്റ് ലിപ്പ് അല്ലേ. ക്ലെഫ്റ്റ് പാലറ്റും ലിപ്പും എല്ലാം പോയിരിക്കുന്നത് കാണാം. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ആ കുട്ടിക്ക് തല ചെറുതാണ്. കൈയിൻ്റെ ഫോട്ടോ ഇട്ടിട്ടില്ല. കയ്യിലൊരു വിരൽ കൂടുതലാണ്. അപ്പോൾ ഇവന് ക്ലെഫ്റ്റ് ലിപ്പ് പാലറ്റുണ്ട്. ഫേസ് എന്തോ ഒരു ഡിസ്മോർഫിക് ഫീച്ചറുണ്ട്. നമ്മൾ CT ചെയ്തപ്പോൾ സാധാരണ CT ഇങ്ങനെയല്ല ഇരിക്കുന്നത്. ഇവിടെ 2 വെൻട്രിക്കിൾസും കൂടെ ജോയിൻ ചെയ്തൊരു സിംഗിൾ വെൻട്രിക്കിളാണ്, മോണോ വെൻട്രിക്കിളാണ്. ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് ഹോളോപ്രോസെൻസെഫാലി. സോ അപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവന് ക്ലെഫ്റ്റ് പാലറ്റ് ഉണ്ട്, ബ്രെയിനിലൊരു അനോമലി ഉണ്ട്, തല ചെറുതാണ്, വിരൽ കൂടുതലാണ്. സോ ഇവിടെ നമ്മൾ ആദ്യം സംശയിക്കുന്ന കേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പട്ടാവു സിൻഡ്രോം, ട്രൈസോമി 13. സിൻഡ്രോമിക്കാണ്. ബിക്കോസ് ഞാൻ എന്ത് പറഞ്ഞു, മൾട്ടിപ്പിൾ മാൽഫോർമേഷൻ ഉണ്ട്. അപ്പോൾ സിൻഡ്രോമിക്കാണ്. ആ സിൻഡ്രോമിക്കിൽ ബൈ നോളജ് വി നോ ദാറ്റ് ഇറ്റ് ഈസ് പ്രോബബ്ലി എ പട്ടാവു സിൻഡ്രോം. അപ്പോൾ ഇവനിൽ ആദ്യം ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ക്രോമസോം ടെസ്റ്റാണ്. ബിക്കോസ് പട്ടാവു സിൻഡ്രോം ഇസ് എ ട്രൈസോമി 13. സോ ഐ എം എക്സ്പെക്ടിങ് എ 3. ഇതിന് മാത്രമല്ല കേട്ടോ. ആക്ച്വലി ആസ് എ ഡോക്ടർ, ആസ് എ ഹെൽത്ത് കെയർ പ്രാക്ടീഷണർ, നമ്മൾ ഏത് ടെസ്റ്റ് ചെയ്യുമ്പോഴും യു ആർ സപ്പോസ് ടു നോ വാട്ട് യു ആർ എക്സ്പെക്ടിങ് ബൈ ദാറ്റ് ടെസ്റ്റ്. അതാണ് ഇപ്പോൾ ഒരു മേജർ ഡിഫിഷ്യൻസി. അങ്ങനെ ചെയ്യാത്തതാണ്. നമ്മൾ തലവേദന വരുന്നു എന്ന് പറയാൻ ആദ്യം ഒരു MRI ചെയ്തുകൊണ്ട് വരുന്നു. MRI വന്നിട്ട് നമ്മൾ നോക്കാമെന്നുള്ളതല്ല. MRI ചെയ്തു വരുമ്പോൾ എനിക്ക് എന്താണ് നോക്കേണ്ടത് എന്നുള്ളത് ഡോക്ടറിന് അറിയണം. ഇവിടെ എനിക്കറിയാം. ഇപ്പോൾ ഞാൻ ഇതിന് ട്രൈസോമി 13 ആണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനകത്ത് ക്രോമസോം ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ഐ വിൽ കൺസിഡർ ഇസ് എ ട്രൈസോമി 13. ക്രോമസോം ഇല്ലെങ്കിൽ അപ്പോൾ ഡയഗ്നോസ് മാറി. അവിടെ സ്യൂഡോ ട്രൈസോമി എന്ന് പറഞ്ഞ് 3-4 കണ്ടീഷനുണ്ട്. അപ്പോൾ ഞാൻ ഐ വിൽ കൺസിഡർ ദാറ്റ് കണ്ടീഷൻ. എളുപ്പമാണ്. അപ്പോൾ ഓരോ കണ്ടീഷനും ഇതേപോലെ അപ്രോച്ചുണ്ട്. ഇതിപ്പോൾ ട്രൈസോമി 13 ആണ്. ക്രോമസോം ടെസ്റ്റ് ചെയ്തു. യു ക്യാൻ സീ 13ാമത്തെ ക്രോമസോമിൽ 3 എണ്ണം ഉണ്ട്. സോ ഇവിടെ നമ്മൾ പോയിട്ട് ഒരു ജീൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടണമെന്നില്ല. ജീൻ ടെസ്റ്റ് വിൽ ബി നോർമൽ. NGS ചെയ്തു, 13,000 ചിലവാക്കി, നോർമലായിട്ട് വരും. സോ ഹിയർ യു ഹാവ് ടു ഡു ദി ക്രോമസോം ടെസ്റ്റ് ഓർ അറ്റ്ലീസ്റ്റ് എ മൈക്രോ വരെ. ഇതെന്ന് പറയുന്നത് ഒന്നും നിങ്ങൾ ഫേസിൽ കാണുന്നില്ല. പക്ഷേ പിന്നെ ഒരു ക്ലെഫ്റ്റ് പാലറ്റ് ഉണ്ട്, ഐസൊലേറ്റഡ് ക്ലെഫ്റ്റ് പാലറ്റ് ഉണ്ട്. വിത്ത് ഹീസ് ഹാവിങ് സം ഫേഷ്യൽ അനോമലീസ് ലൈക്ക് ബൾബസ് നോസ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഹാർട്ട് ഡിസീസും ഉണ്ട്. സോ വെൻ എവർ ചൈൽഡ് ഈസ് ഹാവിങ് എ ഔട്ട്ഫ്ലോ ട്രാക്ട് അനോമലി വിത്ത് ബൾബസ് നോസ് വിത്ത് എ ക്ലെഫ്റ്റ് പാലറ്റ്, ഐ വിൽ സസ്പെക്ട് എ ഡിജോർജ് സിൻഡ്രോം ഓർ 22q മൈക്രോ ഡെലീഷൻ സിൻഡ്രോം. ഈ 22q മൈക്രോ ഡെലീഷനാണ്. നിങ്ങൾ ഈ പേഷ്യൻറ്റിൻ്റെ കാരിയോടൈപ്പ് ചെയ്താൽ കാരിയോടൈപ്പ് എങ്ങനെ ഇരിക്കും? നോർമലായിരിക്കും. അവിടെ നമുക്ക് അറിയാൻ 22q ഡെലീഷൻ ആണെന്ന് അറിയാം. സോ ഐ വിൽ യൂസ് എ സ്പെസിഫിക് പ്രോബ് ടെസ്റ്റ് കോൾഡ് ഫിഷ്, ഫ്ലൂറസെൻറ്റ് ഇൻസിറ്റു ഹൈബ്രിഡൈസേഷൻ. ഇവിടെ നോക്കുന്നത് ആ ഏരിയ നഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു പ്രോബ് ഉണ്ടാക്കിയിട്ട്, ഈ മെറ്റാഫേസ് തന്നെയാണ്, ഇത് ക്രോമസോം ടെസ്റ്റ് തന്നെയാണ്, ക്രോമസോമിൻ്റെ പ്ലേറ്റാണ്. അതിനകത്ത് ആ ഫിഷ് ആഡ് ചെയ്യുമ്പോൾ അവൻ പോയി അവിടെ ഒട്ടുന്നുണ്ടോ ഇല്ലയോ. അവിടെ അത്രയും ബുക്കുകളില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഒട്ടുമില്ല. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഒരു 22ാമത്തെ ക്രോമസോം, ഇവിടെ 22ാമത്തെ ക്രോമസോം, ഇവിടെ ഒരു ഗ്രീൻ, ഇവിടെ ഒരു ഗ്രീൻ. ഗ്രീൻ ഇസ് എ കൺട്രോൾ പ്രോബ്. എവിടെ നോക്കണമെന്ന് നമുക്കറിയാം. എല്ലാം ബ്ലൂ ആയിട്ടിരിക്കുകയില്ലേ. ബിക്കോസ് ഇതിനകത്ത് ബാൻഡ്സ് അറിയാൻ പറ്റില്ല. ഇതിനു മുമ്പ് കാണിച്ചതുപോലെ ഇറ്റ് വിൽ ബി എ ഡാപ്പി സ്റ്റെയിൻറ്റ്, കംപ്ലീറ്റ് ബ്ലൂ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഇതാണ് 22ാമത്തെ ക്രോമസോം, കൺട്രോൾ പ്രോബ് ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു റെഡ് സിഗ്നൽ ഉണ്ട്, ഇവിടെ റെഡ് സിഗ്നൽ ഇല്ല. ദർ ഇസ് ഓൺലി 1 റെഡ് സിഗ്നൽ. സോ ദാറ്റ് മീൻസ് ദർ ഈസ് സം ലോസ് ഓഫ് ദാറ്റ് സ്പെസിഫിക് ഏരിയ. പക്ഷേ ആ പ്രോബ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഷിൻ്റെ പ്രോബ് തന്നെ, ഡിജോർജിൻ്റെ പ്രോബ് തന്നെ, അതൊക്കെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ആണ്. ദാറ്റ് യു ഡോണ്ട് ഹാവ് ടു നോ. സോ ഹിയർ വി വിൽ യൂസ് ദ ഫിഷ്. ഇതേപോലത്തെ കണ്ടീഷൻ ഡിജോർജ് സിൻഡ്രോം, വില്യംസ് സിൻഡ്രോം, പ്രാഡർ വില്ലി സിൻഡ്രോം, ഇങ്ങനെ കുറേ മൈക്രോ ഡെലീഷൻ സിൻഡ്രോം ഉണ്ട്. ഇവൻ്റെയൊക്കെ സ്പെസിഫിക് ഏരിയ നമുക്കറിയാം. അവിടെ നമ്മൾ യൂസ് ദി ഫിഷ് പ്രോബായിരിക്കും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവനെ നോക്കൂ. ഈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇവനെ നമുക്ക് നല്ലൊരു ക്ലെഫ്റ്റ് പാലറ്റ് ഉണ്ട്, മൾട്ടിപ്പിൾ നോഡ്യൂൾസ് ഉണ്ട്.
ഇവിടെ ഒരു എക്സ്റ്റേണൽ ആംഗുലർ ഡെർമോയിഡ് ഉണ്ട്, ഇവിടെ ഒരു അബ്നോർമാലിറ്റി ഉണ്ട്, സൈഗോമാറ്റസ് മേജറിൻ്റെ ഇയർ അനോമലി ഉണ്ട്. ഇങ്ങനെ വരുന്ന കണ്ടീഷൻസിനെ, ഇതൊന്നും നിങ്ങൾ പേരൊന്നും അറിയണ്ട നിങ്ങളുടെ ലെവലിൽ, ഞാൻ ആ മൾട്ടിപ്പിൾ സിൻഡ്രോമിൻ്റെ ഫേസ് കാണിക്കാൻ വേണ്ടിയാണ്. വേറെ അനോമലി ഒന്നുമില്ല, പക്ഷേ സിമ്പിൾ ക്ലെഫ്റ്റ് ലിപ്പ് ക്ലെഫ്റ്റ് പാലറ്റ് അല്ല, അതിൻ്റെ കൂടെ തന്നെ ഈ മൾട്ടിപ്പിൾ ഡെർമോയിഡ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ കണ്ടീഷൻ വി വിൽ കോൾ ഇറ്റ് ഇസ് എ ഗോൾഡൻ ഹാർ സിൻഡ്രോം. പക്ഷേ ഇവിടെ ഒരു ജനറ്റിക് ടെസ്റ്റും വേണ്ട, ബിക്കോസ് ഇറ്റ് ഈസ് എ സ്പോറാഡിക് മാൽഫോർമേഷൻ. ഇവിടെ ക്രോമസോം ചെയ്താലും നോർമലായിരിക്കും, ജീൻ ടെസ്റ്റ് ചെയ്താലും നോർമലായിരിക്കും. പക്ഷേ ഇറ്റ് ഇസ് എ സിൻഡ്രോമിക് കണ്ടീഷൻ കോൾഡ് ഗോൾഡൻ ഹാർ സിൻഡ്രോം, വേർ കാർഡിയാക് മാൽഫോർമേഷൻ ഇസ് വെരി കോമൺ. യു ഹാവ് ടു ഡു എ എക്കോ ആൻഡ് ഐഡൻറ്റിഫൈ ഇറ്റ് ആൻഡ് മാനേജ് അക്കോർഡിംഗ്ലി. ഇത് വേറൊരു ഗോൾഡൻ ഹാർ സിൻഡ്രോം. സിമിലർലി യു ക്യാൻ സീ ഇവൻ എക്സ്റ്റേണൽ ആംഗുലർ ഡെർമോയിഡ് ഉണ്ട്, കണ്ണിൽ അബ്നോർമാലിറ്റി ഉണ്ട്, ഇവിടെ അബ്നോർമാലിറ്റി ഉണ്ട്. ഓക്കെ, ദിസ് ഐ എം ഒമിറ്റിംഗ്. ഇത് സിംഗിൾ ജീനാണ്. അവിടെ ഞാൻ പറഞ്ഞ ഒരു ഫിഷ്, മറ്റേതൊരു ക്രോമസോം. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവന് ക്ലെഫ്റ്റ് ലിപ്പ് ക്ലെഫ്റ്റ് പാലറ്റ് ഉണ്ട്, കയ്യിൽ എക്ട്രോഡാക്ടിലി എന്ന് പറയും. എക്ട്രോഡാക്ടിലി, ലോബ്സ്റ്റർ ഷേപ്ഡ് ഹാൻഡ്, അതായത് കയ്യിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ഹാൻഡ് മാൽഫോർമേഷൻ. 2 റേ കാണുള്ളൂ, ഇവിടെ ഒരു റേ, ഇവിടെ ഒരു റേ, നടുവിലൊരു ഡിഫക്റ്റ്. ദിസ് ഈസ് കോൾഡ് എ സ്പ്ലിറ്റ് ഹാൻഡ് മാൽഫോർമേഷൻ, അതർവൈസ് ടെക്നിക്കലി എക്ട്രോഡാക്ടിലി അല്ലെങ്കിൽ ലോബ്സ്റ്റർ ഹാൻഡ് സിൻഡ്രോം. ലോബ്സ്റ്റർ ഹാൻഡ് സിൻഡ്രോമും ഒരു ക്ലെഫ്റ്റ് പാലറ്റും കൂടെ വരുമ്പോൾ വി വിൽ കോൾ ഇറ്റ് ഈസ് ഡ്യൂ ടു P63 മ്യൂട്ടേഷൻ എന്നാണ് ചാൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന എന്താണ്, ആദ്യം ജീൻ ടെസ്റ്റ് ആയിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബീറ്റാ ഗ്ലോബിൻ നോക്കുന്നത് പോലെ നേരെ പോയിട്ട് P63ൻ്റെ DNA എടുത്ത് അവൻ്റെ സീക്വൻസിങ് ചെയ്താൽ 90% കിട്ടും. 90% കിട്ടും. 100% ഒന്നും പറയാൻ പറ്റില്ല, ബിക്കോസ് ജനറ്റിക് ടെസ്റ്റിങ്ങിൽ എല്ലാത്തിനും ലിമിറ്റേഷൻസ് ഉണ്ട്, ന്യൂ ഡിസീസസ് ഉണ്ട്. പക്ഷേ 90% ഇറ്റ് വിൽ ബി എ P63 മ്യൂട്ടേഷൻ. ഇറ്റ് വാസ് എ P63 മ്യൂട്ടേഷൻ പ്രൂവൺ കേസാണ്, കണ്ടതാണ്. ഇതും അതേപോലെ ഓറോഫേഷ്യോ ഡിജിറ്റൽ സിൻഡ്രോം, വെർ യു ക്യാൻ സീ പോളിഡാക്ടലി ആൻഡ് സിമ്പിൾ മിഡ് ലൈൻ, ചെറിയ ക്ലെഫ്റ്റ്, മീഡിയൻ ക്ലെഫ്റ്റ് അല്ലേ, മറ്റേ കാണുന്ന പോലെ പൊളപ്പനൊന്നുമില്ല, ചെറിയൊരു മിഡ് ലൈൻ ക്ലെഫ്റ്റ് ഉണ്ട്. വായിക്കകത്ത് മൾട്ടിപ്പിൾ ലോബുലേറ്റഡ് ടങ് ഉണ്ട്, അതെനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ചെറിയൊരു ഷോർട്ട് സ്റ്റേച്ചർ ഉണ്ട്, പോളിഡാക്ടിലി ഉണ്ട്. ഇവന് നമ്മൾ അപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ ദി ക്ലെഫ്റ്റ് ലിപ്പ് പാലറ്റ് ആണെങ്കിലും കുട്ടിയെ എക്സാമിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവൻ ടു സെർട്ടൺ എക്സ്റ്റെൻറ്റ് ട്രൈസോമി 18 ആണോ, അല്ല ഡൈജോർജ് സിൻഡ്രോം ആണോ, അല്ല ഗോൾഡൻ ഹാർ സിൻഡ്രോം ആണോ, ഓറോഫേഷ്യോ ഡിജിറ്റൽ സിൻഡ്രോം ആണോ, അല്ല P63 ആണോ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അത് കാണിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ സിൻഡ്രോമിൻ്റെ ഒന്നും പേര് നിങ്ങൾക്ക് വേണ്ട, അത് കാണിക്കാനായിട്ട് കുറേ ഫോട്ടോഗ്രാഫ് കാണിച്ചെന്നേ ഉള്ളൂ. നോ വി വിൽ കം ടു ദി അതർ പാർട്ട്, ബിക്കോസ് നമ്മളിപ്പോൾ ഒരു മാൽഫോർമേഷൻ്റെ കാര്യം പറഞ്ഞു, അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ക്രോമസോമൽ ഡിഫക്റ്റിൻ്റെ ഒരു 2 സ്ലൈഡ് കൂടെ നോക്കിയിട്ട് പോകാം. ഇതിന് നമുക്ക് ഇതുപോലുള്ള കുട്ടികളെ നമുക്ക് ജസ്റ്റാൾട്ട് വഴി തന്നെ ഡയഗ്നോസ് ചെയ്യാം. വാട്ട് യു മീൻ ബൈ ജസ്റ്റാൾട്ട്? ഒറ്റ നോട്ടത്തിൽ അല്ലേ, നമ്മൾ കുട്ടിയെ കാണുമ്പോൾ എന്താ ഡയഗ്നോസിസ്? ഡൗൺ സിൻഡ്രോം, ബിക്കോസ് ആ കുട്ടിയുടെ ഒരു ഫ്ലാറ്റ് ഫേഷ്യൽ പ്രൊഫൈല്, ആംഗിൾ ഓഫ് ദി മൗത്ത് എല്ലാം. പക്ഷേ ദാറ്റ് ഡസൻ മീൻ ദാറ്റ് കുറച്ച് കണ്ണുകൾ രണ്ടും ദൂരെ ഇരിക്കുന്ന എല്ലാവരും ഡൗൺ സിൻഡ്രോം ആണെന്നല്ല. ഇങ്ങനെ മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് ഒരുമിച്ച് വരുമ്പോൾ ആ കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം ആകാനുള്ള സാധ്യത കൂടുതലാണ്, ഡൗൺ ഫേഷ്യസ് ആണ്. ദെൻ ഓൾവേസ് യു ഷുഡ് ലുക്ക് ഫോർ അതർ തിങ് ലൈക്ക് ഡെവലപ്മെൻറ്റൽ ഡിലേ നോക്കണം, ബിക്കോസ് ഇതിൽ 100% കുട്ടികളിലും ഒരു ഡെവലപ്മെൻറ്റൽ ഡിലേ കാണും. ദേ വിൽ ഹാവ് അസോസിയേറ്റഡ് മാൽഫോർമേഷൻസ് ലൈക്ക് കാർഡിയാക് മാൽഫോർമേഷൻ ഇൻ 40% കേസസ്, GI മാൽഫോർമേഷൻസ് വിൽ ബി ദെയർ, ഹിയറിംഗ് ഡിഫക്ട്സ് അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം. ഇപ്പോൾ ഈ ഡൗൺ സിൻഡ്രോം ആണെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഡയഗ്നോസിസ് അറ്റ് ദി പോസിബിൾ ന്യൂ ബോൺ പീരീഡ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് പണ്ട് കാലത്ത് നമ്മൾ അങ്ങനെ ഒരു കൊടുക്കാറില്ല, ഞാൻ പറഞ്ഞല്ലോ ജനറ്റിക് ടെസ്റ്റിംഗ് ഒന്നും ലഭ്യമല്ല. പക്ഷേ നമ്മളിപ്പോൾ ഒന്നും പറയാതെ 6 മാസത്തിൽ കുട്ടിയെ ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇത്രയും ഡോക്ടർമാർ പറഞ്ഞില്ല എന്നവർ പറയും. ഇപ്പോഴേ എൻ്റെ അടുത്ത് പലപ്പോഴും പറയാറുണ്ട്, ഇതുവരെ ആരും പറഞ്ഞില്ലല്ലോ സാർ, അവർ കണ്ടുപിടിച്ചില്ലേ എന്താണ്? അപ്പോൾ അത് അൺനെസസറി കൺഫ്യൂഷനാണ്. പക്ഷേ പലപ്പോഴും ന്യൂ ബോൺ പീരീഡിൽ ചെറിയൊരു കൺഫ്യൂഷൻ വരാം. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ വെയിറ്റ് ഫോർ സം മോർ ഡേയ്സ്, ബിക്കോസ് അപ്പോൾ ഡെവലപ്മെൻറ്റൽ ഡിലേ എന്തായാലും വരും. അല്ല, ഫെസിലിറ്റീസ് അവൈലബിൾ ആണെങ്കിൽ ഡു എ സൈറ്റോജനറ്റിക് കൺഫർമേഷൻ. എനി സസ്പെക്റ്റഡ് കേസ് യു ക്യാൻ ഡു എ കാരിയോടൈപ്പ്, ബിക്കോസ് കാരിയോടൈപ്പ് ഈസ് നോട്ട് അറ്റ് ഓൾ എക്സ്പെൻസീവ്. ഞാൻ ഇതൊക്കെ എക്സ്പെൻസീവ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാലും ബാക്കി ടെസ്റ്റൊക്കെയാണ് പറഞ്ഞത്. കാരിയോടൈപ്പ് ഇവിടെ നമ്മൾ ഗവൺമെൻറ് സെറ്റപ്പ് തന്നെ ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ CDCയിൽ ഞങ്ങളും ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട്, കാലിക്കറ്റും ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളിടങ്ങളിൽ ഗവൺമെൻറ് സെക്ടറിൽ ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല, വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ 2 മെയിൻ സെൻറ്ററിൽ കാലിക്കറ്റും ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ലോവസ്റ്റ് റേറ്റിൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത് CDCയിൽ. അപ്പോൾ സൈറ്റോജനറ്റിക്സ് നമുക്ക് ചെയ്യാൻ പറ്റും, ഗവൺമെൻറ് സപ്പോർട്ടുണ്ട്. സോ എല്ലാവർക്കും നമുക്ക് ചെയ്യാൻ പറ്റും, അത് വെച്ച് തന്നെ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ്. ദെൻ ആൻറ്റിസിപ്പേറ്ററി മെഡിക്കൽ ആൻഡ് സർജിക്കൽ കെയർ, growth and development of Down syndrome specific growth charts and early intervention, genetic counseling and prenatal diagnosis and prenatal screening.
All these things will help you to manage the Down syndrome. I think well explainable ആണ്. ഇത് ആ കാരിയോടൈപ്പാണ് വിച്ച് ഓൾറെഡി ഐ ടോൾഡ് യു 21ാമത്തെ ക്രോമസോം 3 കാണുന്നത്. ഇനി ആ 2 സ്ലൈഡ് അബൌട്ട് SMA ആൾസോ, ബിക്കോസ് ടോൾഡ് SMA ആൾസോ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. SMA അതൊരു ക്രോമസോമൽ ഡിസോർഡർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ SMA എന്ന് പറയുന്നത് ഒരു സിംഗിൾ ജീൻ ഡിസോർഡറാണ്. ഞാൻ ആദ്യം പറഞ്ഞ മോണോജനിക് ഡിസോർഡർ, അതായത് കാരിയോടൈപ്പ് ഒക്കെ നോർമലായിരിക്കും, പക്ഷേ ഒരു പർട്ടിക്കുലർ ജീനിൻ്റെ തകരാറായിരിക്കും. അതാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ കാണുന്ന കോമൺ എന്ന് തന്നെ പറയാം. ആക്ച്വലി സെക്കൻഡ് മോസ്റ്റ് കോമൺ ലീത്തൽ റെസസീവ് ഡിസോർഡർ ആഫ്റ്റർ താലസീമിയ ആണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ താലസീമിയ അത്ര കോമൺ അല്ല, എക്സെപ്റ്റ് ഇൻ നോർത്തേൺ ബെൽറ്റ്, കുറച്ച് വയനാട് അവിടെയൊക്കെയുള്ള സിക്കിൾ സെൽ അനീമിയൊക്കെ ഉണ്ട്. അല്ലാതെ ഇപ്പോൾ ഒരു ട്രിവാൻഡ്രം സതേൺ പാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് താലസീമിയം റയറാണ്. അപ്പോൾ SMA ആണ് ശരിക്കും ഒരു കോമണസ്റ്റ് റെസസീവ് ഡിസോർഡർ. കാരിയർ ഫ്രീക്വൻസി ഈസ് വെരി കോമൺ, 1 in 50, ആൻഡ് സം ന്യൂ ഇന്ത്യൻ സ്റ്റഡീസ് 1 in 40. കാരിയർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഒരു ജീൻ ഡിഫക്റ്റീവ് കാണും, അവർക്ക് അസുഖം കാണില്ല. പക്ഷേ അച്ഛനും അമ്മയും കാരിയർ ആണെങ്കിൽ കുട്ടിക്ക് അസുഖം വരാനുള്ള സാധ്യത 25% ഉണ്ട്. ഓക്കെ, ഇൻസിഡൻസ് ഈസ് 1 in 10,000 ബർത്ത്. ഇറ്റ് ഈസ് ഓട്ടോസോമൽ റിസസീവ് ഇൻഹെറിറ്റൻസ്. ഈ SMA നിങ്ങൾ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാക്സിമം ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കണം. ഇതൊരു ന്യൂറോളജിക്കൽ ഡിസോർഡറാണ്. കൂടുതലും കുട്ടിക്കൊരു ബലം കാണില്ല, ഹൈപ്പോട്ടോണിയ, പേശികൾക്കുണ്ടാകുന്ന ബലക്കുറവ്. അപ്പോൾ കുട്ടി കാലൊക്കെ ഇട്ട് നല്ലവണ്ണം കളിക്കത്തില്ല, കൈയും കാലിട്ട്. പക്ഷേ ഫേസും റിഗാർഡും സോഷ്യൽ സ്മെയിലും അതെല്ലാം അബ്സല്യൂട്ട്ലി നോർമലായിരിക്കും. അപ്പോൾ ഒരു 3 മാസം 4 മാസമുള്ള കുട്ടി മുഖമൊക്കെ നല്ല നോക്കി ചിരിക്കുന്നു, ഗ്രോത്തൊക്കെ നോർമലാണ്. പക്ഷേ കൈയും കാലും എപ്പോഴും ലൂസായിട്ട് കിടക്കുന്നു, കൈയും കാലിട്ട് അടിക്കുന്നില്ല, കാല് പൊക്കുന്നില്ല, കൈ പൊക്കുന്നില്ല. ഓൾവേസ് സസ്പെക്റ്റ് SMA. SMA 2 രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം. ഒരു SMA എന്ന് പറയുന്നതാണ് ഇൻഫൻറ്റൈൽ SMA. ഞാൻ പറഞ്ഞതുപോലെ 6 മാസത്തിൽ താഴെ കുട്ടികളുടെ ഉണ്ടാകുന്ന പേശി ബലക്കുറവ്. രണ്ടാമത്തത് ഒരു 4 വയസ്സ് 5 വയസ്സ് ആ സമയത്തിനും ചിലപ്പോൾ ഒരു ഡെവലപ്മെൻറ്റൽ ഡിലേ പോലെ, അതായത് കുട്ടി ബാക്കി ബുദ്ധിപരമായിട്ട് കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് നോർമലായിരിക്കും, പക്ഷെ നടക്കാനും ഓടാനും തറയിൽ എണീക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഒരു ഡിലേ ഉണ്ടാക്കുക. അങ്ങനെയുള്ള പേശി ബലക്കുറവ് ഉണ്ടാകുമ്പോൾ SMA സസ്പെക്റ്റ് ചെയ്യണം. SMAയുടെ ടെസ്റ്റ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റും. സോ എനി സസ്പെക്റ്റഡ് കേസ് വി ഹാവ് ടു ഡു ജെനറ്റിക് ടെസ്റ്റിംഗ്. അതും നമുക്കിപ്പോൾ ഒരു കോമൺ ആയിട്ട് കാണുന്നതും അവൈലബിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ഇത് ഞാൻ അതിലോട്ട് പോകുന്നില്ല. ഇത് ജസ്റ്റ് ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. ഇപ്പോൾ SMA പ്രോബ്ലം എന്ന് പറഞ്ഞാൽ SMAക്ക് പലതരത്തിലുള്ള ചികിത്സകൾ നമുക്ക് ലഭ്യമായതുകൊണ്ട് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പലതരത്തിലുള്ള ജെനറ്റിക് തെറാപ്പീസ് അവൈലബിൾ ആണ്, എക്സ്പെൻസീവ് ആണ്, ഫ്രീലി അവൈലബിൾ അല്ല. ഒരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് നമ്മൾ ഇന്ത്യയിൽ അവൈലബിൾ ആയ ഡ്രഗ് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടെ NHM വഴി കൊടുക്കുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ആർക്ക് കൊടുക്കണം എന്നുള്ള ക്രൈറ്റീരിയാസൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം SMA പെരിഫറിയിൽ കണ്ടുപിടിക്കുകയും ഡിറ്റക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ എത്രയും വേഗം നിങ്ങളുടെ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ് എവാലുവേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഇനി 2-3 സ്ലൈഡ്സേ ഉള്ളൂ. വൈ ടു ഡയഗ്നോസ് ജെനറ്റിക് സിൻഡ്രോം. എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്? ഞാൻ പറഞ്ഞില്ല, 25 വർഷം മുമ്പ് നമ്മളൊന്നും മൈൻഡ് ചെയ്യാറില്ല. ബർത്ത് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റ് അത്രേ തീർന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചികിത്സിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഡൈജോർജ് സിൻഡ്രോമിന് ഹാർട്ട് ഡിസീസ് ഉള്ളപ്പോൾ അവന് കൊടുക്കുന്ന മാനേജ്മെൻറ്റും ഡൈജോർജ് ഇല്ലാത്ത കുട്ടിയുടെ മാനേജ്മെൻറ്റിലും ഒരുപാട് വ്യത്യാസമുണ്ട്. ഇവർക്ക് ഹൈപ്പോകാൽസ്യമia വരാൻ സാധ്യതയുണ്ട്, ഇവർക്ക് ഇറാഡിയേറ്റഡ് ബ്ലഡാണ് ട്രാൻസ്ഫ്യൂസ് ചെയ്യേണ്ടത്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡീറ്റെയിൽസോട് പോകുന്നില്ല. അപ്പോൾ മാനേജ്മെൻറ്റ് ആസ്പെക്റ്റിൽ ചിലപ്പോൾ വ്യത്യാസം വരാം. ഒരു ക്ലാസിക്കൽ എക്സാമ്പിളാണ് ഡൈജോർജ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എല്ലാ ഹാർട്ട് ഡിസീസും ഔട്ട്ഫ്ലോ ട്രാക്ട് അനോമലിയും ശ്രീത്രയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഡൈജോർജ് നോക്കാതെ അവർ ഇൻ്റർവെൻഷൻ ചെയ്യത്തില്ല. മാൻഡേറ്ററിയാണ്. ബിക്കോസ് അതിൻ്റെ മാനേജ്മെൻറ്റ് ആസ്പെക്റ്റ് തന്നെ വ്യത്യാസമാണ്. ഡൈജോർജ് ഉള്ള കുട്ടി, ഡൈജോർജ് ഇല്ലാത്ത കുട്ടി. ഇൻട്രസ്റ്റഡ്. അപ്പോൾ മാനേജ്മെൻറ്റിൽ വ്യത്യാസം വരാം. പിന്നെ പ്രോഗ്നോസ്റ്റിക് ഇൻഫർമേഷൻ. ഒരു ബർത്ത് ഡിഫക്റ്റ് ഉള്ള കുട്ടിക്ക് ക്രോമസോമിലെ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അവൻ്റെ ഡെവലപ്മെൻറ്റ്, ഗ്രോത്ത്, ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതനുസരിച്ച് അവരെ കൗൺസിൽ ചെയ്യാം. അടുത്ത കുട്ടിക്ക് വരാൻ ജനറ്റിക് റീപ്രൊഡക്റ്റീവ് റിസ്ക്, ഇവരുടെ എല്ലാ ആവശ്യം എന്തായിരിക്കും? ന്യൂക്ലിയർ ഫാമിലി ആയതുകൊണ്ട് അടുത്ത കുട്ടിക്ക് വരാനുള്ള സാധ്യതയുണ്ട്. വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ഗർഭാവസ്ഥയിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമുക്ക് പറയാൻ പറ്റും. അതേപോലെ അതർ ഫാമിലി മെമ്പേഴ്സ്. ഇപ്പോൾ ഞാൻ SMA കാര്യം പറഞ്ഞു. ആദ്യത്തെ കുട്ടി മാത്രമല്ല, ഇപ്പോൾ ഒരു ഫാമിലിയിൽ SMA ഉണ്ടെങ്കിൽ അവരുടെ ബ്രദർ സിസ്റ്റേഴ്സ് എല്ലാവരും ടെസ്റ്റ് ചെയ്യണം. ബിക്കോസ് അവരെല്ലാം കാരിയർ ആവാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അവർക്കെല്ലാം SMA ആവാൻ കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ് തന്നെ നമ്മൾ കാരിയർ സ്ക്രീനിങ് ചെയ്താൽ അതുവഴി തന്നെ ഒരു 30-40% ജനിതക അസുഖങ്ങൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. എല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് സ്പോറാഡിക്കായിട്ട് നമ്മൾ അറിയാതെ കുറേ കുട്ടികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു കാലത്തും കംപ്ലീറ്റ്ലി ക്യൂറബിളായിട്ട് ഒരു കണ്ടീഷൻ നമുക്ക് പറ്റത്തില്ല. പക്ഷേ മാഗ്നിറ്റ്യൂഡ് കുറയ്ക്കാൻ പറ്റും. ഒരു 50% 40% ജനിതക അസുഖങ്ങൾ
ഈ എക്സ്റ്റെൻഡഡ് സ്ക്രീനിങ് വഴി നമുക്ക് കുറയ്ക്കാം. പക്ഷേ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ ഒരു SMA ഫാമിലി അറിയാം. അവരുടെ ഒരു അനിയത്തിയുണ്ട്, അവർ കല്യാണം കഴിക്കാൻ പോകുന്നു. ലെറ്റ് ദം ടെസ്റ്റ്. അവർ കാരിയറാണോ? അവർ കാരിയറാണെങ്കിൽ കാരിയർ അല്ലാത്ത ആളെ കല്യാണം കഴിക്കണ്ട, അങ്ങനെ പറയരുത്. അവർ കാരിയറാണെങ്കിൽ കല്യാണം കഴിക്കുമ്പോൾ സ്പൗസിനും ടെസ്റ്റ് ചെയ്യണം. രണ്ടുപേരും കാരിയറാണെങ്കിൽ അവരുടെ കുട്ടിക്ക് അസുഖം വരാനുള്ള സാധ്യത ഉണ്ട്. പ്രീനേറ്റൽ ഡയഗ്നോസിസ് ചെയ്യണം. സോ ഓൾ ദീസ് തിങ്സ് ഷുഡ് ബി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രിവെൻഷൻ ഓഫ് ജനറ്റിക് ഡിസോർഡർ. സോ മെസ്സേജ് ഈസ് ആക്യുറേറ്റ് ഡയഗ്നോസിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. പണ്ട് കാലം നമുക്ക് ഞാൻ പറഞ്ഞു ഫസ്റ്റ് സ്ലൈഡും ഈ സ്ലൈഡും ലിങ്ക്ഡാണ്. അവിടെ നമുക്ക് ഫെസിലിറ്റീസ് ലഭ്യമല്ല 25 വർഷം മുമ്പ്. അപ്പോൾ എല്ലാത്തിനും ഒരു ബ്രാക്കറ്റിലിടും, എല്ലാം ജനറ്റിക്, ന്യൂറോ ഡീജനറേറ്റീവ്, സെർബോ പാൽസി. ഇപ്പം അങ്ങനെയല്ല. കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്തത് എന്താണ്, SMA ആണോ, SMN ജീൻ ഡെലീഷൻ ആണോ, SMN 2 കോപ്പീസ് ഉണ്ടോ, ഇത് രണ്ടും അല്ലെങ്കിൽ വേറെ ഏത് ജീനാണ് ഡിലീറ്റഡ്. ബിക്കോസ് ഇതനുസരിച്ചിട്ട് അതിൻ്റെ പ്രോഗ്നോസിസ് കറക്റ്റായിരിക്കും, പ്രീനേറ്റൽ ഡയഗ്നോസിസ് മാറും, ആൻഡ് ജനറ്റിക് കൗൺസിലിംഗ് മാറും. എല്ലാത്തിലും വ്യത്യാസം വരും. ആൻഡ് ജനറ്റിക് കൗൺസിലിംഗ് ഐ എം ഒമിറ്റിംഗ്. ഈ ഇത്രയും സ്ലൈഡ്സ് ഞാൻ ഒമിറ്റ് ചെയ്യുന്നു. പ്രീനേറ്റൽ ഡയഗ്നോസിസിന് നമുക്ക് ആംനിയോസെൻറ്റസിസ് ഉണ്ട്, CVS ഉണ്ട്, പബ്സ് ഉണ്ട്. 16 വീക്സിലാണ് ആംനിയോസെൻറ്റസിസ് ചെയ്യുന്നത്, 12 വീക്സിലാണ് CVS ചെയ്യുന്നത്. അതായത് പ്രഗ്നൻ്റ് ആയ ശേഷം 12 തൊട്ട് 13 ആഴ്ചയാണ് CVS ചെയ്യുന്നത്, 16ാമത്തെ ആഴ്ചയാണ് ആംനിയോസെൻറ്റസിസ് ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം, ഈ 16ാമത്തെ ആഴ്ച ജനറ്റിസിസ്റ്റിൻ്റെ അടുത്തോ ആ സെൻറ്ററിലോ പോയിട്ട് കാര്യമില്ല. അതിനു മുമ്പേ കുട്ടിയുടെ അമ്മയുടെ എല്ലാം ടെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം. അവിടെ അതാ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ ഇത് കുറേ പേർക്ക് അറിയാം ഇങ്ങനെ ടെസ്റ്റൊക്കെ ലഭ്യമാണെന്നൊക്കെ. ഇവരെന്താ ചെയ്യുന്നത്, പ്രഗ്നൻ്റ് ആയിട്ടും അയക്കില്ല. 8 ആഴ്ചയിൽ ടെസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന് 16 ആഴ്ചയായപ്പോൾ ഫോർ ആംനിയോസെൻറ്റസിസ്, പ്രീവിയസ് ചൈൽഡ് വിത്ത് മെൻ്റൽ റിട്ടാർഡേഷൻ അല്ലെങ്കിൽ കൊറി SMA, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ കുട്ടിയുടെ ജനിതക ടെസ്റ്റ് ചെയ്ത് എന്താണ് അസുഖം എന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം. അമ്മയും അച്ഛനും കാരിയർ ആണോ എന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം. അപ്പോൾ ഇതെല്ലാം എപ്പോഴാണ് ചെയ്യേണ്ടത്, ഗർഭിണിയാവുന്നതിന് മുമ്പ് തന്നെ. അതാണ് ഞാൻ പറഞ്ഞത്, പ്രീ കൺസെപ്ഷൻ കൗൺസിലിംഗ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ ഇപ്പോൾ ആദ്യത്തെ ഡെലിവറി മാത്രമല്ല, അടുത്ത ഡെലിവറിക്കും പ്രീ കൺസെപ്ഷൻ കൗൺസിലിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മളപ്പോൾ നമ്മുടെ 2 പ്രിൻസിപ്പിൾ, പ്ലാൻഡ് പ്രഗ്നൻസി, പ്രീ കൺസെപ്ഷൻ കൗൺസിലിംഗ്. ടു ടെസ്റ്റ് an extent these problems can be prevented. I think this is the last slide. So targeted actions to reduce the burden of congenital anomalies, എല്ലാം ജനറ്റിക് റിലേറ്റഡ് അല്ല. ഒന്ന്, യൂണിവേഴ്സൽ പെരി കൺസെപ്ഷണൽ ഫോളിക് ആസിഡ് അഡ്മിനിസ്ട്രേഷൻ ടു ഓൾ എലിജിബിൾ കപ്പിൾസ്. അത് നിങ്ങളുടെ ഏരിയകളെല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കണം. എല്ലാവരും പ്രഗ്നൻ്റ് ആവാൻ സാധ്യതയുണ്ടെങ്കിൽ 5 മില്ലിഗ്രാം ഫോളിക് ആസിഡ്, 5 മില്ലിഗ്രാം. നമുക്കിപ്പോൾ പെട്ടെന്ന് പ്ലാന്റ് പ്രഗ്നൻസി നമ്മുടെ കൾച്ചറാണ്. അത് ഞാനൊരു ലോങ് ടേം എഫക്റ്റാണ് വാട്ട് വി ആർ പ്ലാനിങ്. നെക്സ്റ്റ് 10 ഇയേഴ്സിനകം നമുക്കെല്ലാം പ്ലാന്റ് പ്രഗ്നൻസീസ് ആയിരിക്കണം. പ്രീ കൺസെപ്ഷൻ ക്ലിനിക്സ് വേണം. ദീസ് തിങ്സ് ഒരു ദിവസം കൊണ്ട് നടക്കില്ല. പക്ഷെ ഒരു ദിവസം കൊണ്ട് നടക്കാവുന്ന എന്താണ്, നിങ്ങൾ കാണുന്നവരുടെ ഇതൊക്കെ പറയുക, 5 മില്ലിഗ്രാം ഫോളിക് ആസിഡ് നിങ്ങൾ കുട്ടികളുണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ ഓൾ എലിജിബിൾ കപ്പിൾസ് ഡെയിലി 5 മില്ലിഗ്രാം ഫോളിക് ആസിഡ് കഴിക്കുക. ദെൻ യൂണിവേഴ്സൽ വാക്സിനേഷൻ അഗൈൻസ്റ്റ് ഇൻഫെക്ഷൻ കോസിംഗ് അനോമലീസ് ഇൻ ഫീറ്റസ് ലൈക്ക് congenital rubella. I told still we are having a congenital rubella, that is 100% sure. So make sure that they are all taken vaccination. Then preconception counseling to identify any risk factors for birth defects in the baby. Important, diabetes. So adana preconception counseling. Then management of maternal risk factors, especially gestational diabetes mellitus and teratogenic drugs. Universal screening for all pregnant women for structural anomalies in the baby and genetic disorders wherever possible. Targeted anomalies can fetal echo എല്ലാവർക്കും ഒരു നല്ല സ്റ്റാൻഡേർഡ് 16 വീക്സ് സ്കാനെങ്കിലും ചെയ്തിരിക്കണം ടു ഐഡൻറ്റിഫൈ ദി അനോമലീസ് ഏർലി. ആൻഡ് ഇഫ് ഈസ് എ ലീതൽ ഓർ സിവിയർ അനോമലി യു ക്യാൻ ഓപ്റ്റ്. ഐ എം നോട്ട് ടെല്ലിങ് യു ഹാവ് ടു ടെർമിനേറ്റ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് കൗൺസിലിങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റ്. കൗൺസിലിംഗ് ഈസ് ആൾവേസ് കഫറ്റേറിയ അപ്രോച്ച്. യു ഹാവ് ടു ടെൽ ദം ദി പ്രോഗ്നോസിസ്. ഡിസിഷൻ ഷുഡ് ബി ടേക്കൺ ബൈ ദി കപ്പിൾ. അപ്പോൾ അവർ പറയുകയാണ് എന്തുണ്ടെങ്കിലും ഞങ്ങൾ ടെർമിനേറ്റ് ചെയ്യില്ല. ഓക്കെ, വി ആർ വിത്ത് ദം. അതിനുള്ള റൈറ്റ് അവർക്കുണ്ട്. അപ്പോൾ പക്ഷേ എന്നാലും യു ഹാവ് ടു ടെൽ ദം ഇതൊക്കെയാണ് മേജർ പ്രോബ്ലംസ്. Then genetic counseling of prenatally detected structural anomalies and management. Newborn screening and registry of birth defects and follow up to look for outcome. അതിലിപ്പോൾ മോർട്ടാലിറ്റിയുടെ മെയിൻ പ്രശ്നം CAH ആണ്. CAH മിസ് ചെയ്ത് പോയാൽ മോർട്ടാലിറ്റിക്ക് ചാൻസ് ഉണ്ട്, ഹൈപ്പർ കലീമിക് ആയിട്ട്. അപ്പോൾ CAH ഈ ന്യൂബോൺ സ്ക്രീനിങ് ചെയ്യുമ്പോൾ എനിക്ക് ഒന്ന് റിയാസ് പറയും, ന്യൂബോൺ സ്ക്രീനിങ് പറയുമ്പോൾ ഫോളോ അപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ന്യൂബോൺ സ്ക്രീനിങ്. ഇപ്പോൾ നമ്മൾ ന്യൂബോൺ സ്ക്രീനിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ ചില കേസുകൾ ലേറ്റ് ആയിട്ടാണ് വരുന്നത്. പോസിറ്റീവ് ആകുമ്പോഴും ചിലപ്പോൾ വന്ന് വരുമ്പോൾ എക്സ്പെഷ്യലി CAH ഒരു കാരണവശാലും അങ്ങനെ ലേറ്റ് ആകും. പോസിറ്റീവ് തോന്നുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യണം. ബിക്കോസ് വി ഹാഡ് 1 or 2 കേസസ് വെർ പേഷ്യൻറ്റ് കെയിം ഇൻ ദി ഷോക്ക് സ്റ്റേജ്. ന്യൂബോൺ സ്ക്രീനിങ് പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ ന്യൂബോൺ സ്ക്രീനിങ്ങിൻ്റെ ഫോളോ അപ്പ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ആൻഡ് കോംപ്രിഹെൻസീവ് മാനേജ്മെൻറ്റ് ഓഫ് ഐഡൻറ്റിഫൈഡ് ബർത്ത് ഡിഫക്ട്സ്. ബിക്കോസ് മോർബിഡിറ്റി കുറയ്ക്കാനായിട്ട് വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല.
ദെൻ അതിൻ്റെ മോർബിഡിറ്റി കുറയ്ക്കാനായിട്ട് അവിടെയാണ് നിങ്ങളുടെ ക്ലെഫ്റ്റ് പാലറ്റ് മാനേജ്മെൻറ്റ് സെഷനുണ്ട്, CTEVയുടെ സെഷനുണ്ട്. ഇതൊക്കെ മാനേജ്മെൻറ്റ് പാർട്ടിൽ മാക്സിമം ഡിസബിലിറ്റി കുറയ്ക്കുക. സോ പ്രിവെൻഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് പ്രീ കൺസെപ്ഷൻ കെയർ. പ്രീ കൺസെപ്ഷൻ കെയർ കൂടെ നമ്മൾ ഇൻവോൾവ് ചെയ്താൽ നല്ല രീതിയിൽ വി ക്യാൻ റെഡ്യൂസ് ദി ബർഡൻ ഓഫ് ദി ഡിഫക്റ്റ്. താങ്ക് യു വെരി മച്ച് ഫോർ പേഷ്യൻ്റ് ലിസണിങ്.